വർഷങ്ങളായി പിശാച് തടഞ്ഞു വെച്ച ചില മേഖലകളെ വചനം ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്യുന്ന രാത്രിയായിരിക്കും. നിങ്ങളുടെ തലമുറയിൽ ഒന്നിനെ ദൈവരാജ്യത്തിന് വേണ്ടി ഇന്ന് രാത്രി കർത്താവ് തൊടുന്ന രാത്രിയായിരിക്കും. എന്തുകൊണ്ടും ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ഇരുകരവും അടിച്ച് നസ്രായനൊരു നന്ദി പറഞ്ഞാട്ടെ. ഹൗരാമ ശന്താലാറയ പ്രാവശ്യസ് കരമടിക്കാൻ മടിക്കരുത്. കരങ്ങൾ ചേർത്തടിച്ച് സർവശക്തി സമ്പൂർണനാകുന്ന ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുക. മനപ്പാടമായി അറിയാവുന്ന ഒരു തിരുവെഴുത്ത് ഇന്ന് രാത്രിയിലെ തിരുവചന ധ്യാനത്തിന് വേണ്ടി വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം തിരുവെഴുത്ത് ഇന്ന് രാത്രി ദൈവവചന ധ്യാനത്തിന് വേണ്ടി നാം വായിപ്പാൻ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുകയാണ്. 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം 8-ാം വാക്യം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. സഭ പറഞ്ഞേ ആമേൻ. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. മനപ്പാടമായി നമ്മുടെ അകത്ത് കയറിയൊരു വചനമാണ്. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എനിക്ക് തോന്നുന്നു യേശു കർത്താവ് കഴിഞ്ഞാൽ ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന ഒരു ഭാഗം അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലൂസിനെ കുറിച്ചാണ്. പൗലൂസിനെ കുറിച്ച് സംസാരിക്കാത്ത ഒരു പ്രഭാഷകൻ ക്രൈസ്തവ ലോകത്ത് കാണുകയില്ല. എന്തുകൊണ്ടാണത്? യേശു കർത്താവ് കഴിഞ്ഞാൽ ദൈവസഭയ്ക്ക് വേണ്ടി ശരീരത്തിൽ ഇതുപോലെ കഷ്ടം അനുഭവിച്ചൊരു ക്രിസ്തു ഭടൻ വേറെയില്ല. ശരീരപ്രകൃതി സ്ഥൂലിച്ചതാണെങ്കിലും പകർന്ന അഭിഷേകം ഭയങ്കരമായിരുന്നു. കാഴ്ചയിൽ വലിയൊരു പേഴ്സണാലിറ്റി ഒന്നും പറയാനില്ലെങ്കിലും ആള് വേറെയായിരുന്നു. പുറത്തെ മനുഷ്യന്റെ പവർ മനുഷ്യൻ നോക്കുമ്പോൾ പിശാച് പേടിക്കുന്നത് പുറത്തെ മനുഷ്യനെ അല്ല, അകത്തെ മനുഷ്യനെയാണ്. 2019 ജനുവരി 20 വരെ നീ വന്നത് പണബലമല്ല, കരബലമല്ല, ആൾബലമല്ല, പിടിപാടല്ല, നിന്റെ വിദ്യാഭ്യാസമല്ല, മറിച്ച് നിന്റെ അകത്തെ മനുഷ്യന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ഒരു ദൈവശക്തി കൊണ്ട് മാത്രമാ ഇന്ന് രാത്രി വരെ നീ പിടിച്ചു നിന്ന് വന്നതെന്ന് വിശ്വസിക്കാൻ അഭിമാനമുള്ള ദൈവമക്കൾ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു കൊട്ടയ്ക്കകത്തെടുത്ത് വെച്ച് താഴോട്ടിറക്കിയാൽ ഒരു കൊച്ചു കൊട്ടയ്ക്കകത്തിരിക്കാവുന്ന ശരീരപ്രകൃതിയാ പൗലൂസിന്റെ. എന്തിനേറെ കപ്പൽ തകർന്നിട്ടും തകരാതെ നിന്നൊരു ക്രിസ്തു ഭടൻ. കൊത്തിയ പാമ്പ് പോലും വിവരമറിഞ്ഞു ആ സ്ഥൂലിച്ച മനുഷ്യന്റെ മേൽ പകർന്ന ദൈവശക്തിയുടെ ആഴമെന്തെന്ന്. അല്ല പ്രിയരെ, എല്ലാ വേലക്കാർക്ക് വേണ്ടി ഞാൻ കൈമാറട്ടെ. വാടക വീട്ടിൽ 2 വർഷം താമസിച്ചുകൊണ്ട് റോമാ പട്ടണത്തെ ഇളക്കിയ വേറൊരു ഭടനില്ല. സ്വന്തം വീടല്ല, വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് പട്ടണത്തെ ഇളക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു ക്രിസ്തു ഭക്തന അപ്പോസ്തലനാകുന്ന പൗലൂസ്. അതുകൊണ്ട് ഇന്ന് രാത്രി വീടിന്റെ വലിപ്പമോ ചെറുപ്പമോ നിറമോ കുലമോ മഹിമയോ ഇതൊന്നുമല്ല. നിന്റെ മേൽ അഭിഷേകം ദൈവം പകർന്നിട്ടുണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന ദേശത്ത് ആ അഭിഷേകം കൊണ്ട് ദൈവം ഈ ആണ്ടിൽ ചിലത് ചെയ്യുമെന്ന് ഉറപ്പിക്കാൻ കരുത്തുള്ള ദൈവമക്കളുണ്ടെങ്കിൽ ഇന്ന് രാത്രി അടങ്ങിയിരിക്കരുത്. പിശാചിന് പേടി നിന്റെ പണത്തെയല്ല, പിശാചിന് പേടി നിന്റെ ആരോഗ്യത്തെയല്ല, പിശാചിന് പേടി നിന്റെ സൗന്ദര്യത്തെയല്ല, പിശാചിന് പേടി നിന്റെ കൂടെയുള്ള ആൾബലമല്ല. പിശാചിന്റെ ഭയ നിന്റെ മേൽ പകർന്ന ദൈവശക്തിയാകയാൽ ഇന്ന് രാത്രി ശക്തി അകത്ത് കയറിയ ദൈവമക്കൾ സ്തുതിക്കുക ദൈവത്തെ. ഞാൻ വിശ്വസിക്കുകയാണ്, ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ചില വർഷം കൂടി ദൈവസഭ ഇതുപോലെ ഒന്ന് സ്തുതിച്ച് മുമ്പോട്ട് പോയാൽ ചില വർഷങ്ങൾക്കുള്ളിൽ ഇരുകരവും കൂപ്പി ഭാരത യേശു എന്ന നാമത്തിന്റെ മുമ്പിൽ നമ്മ ശിരസ്കരായി നിൽക്കുന്നൊരു കാലം വരാൻ പോകുന്നെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ ഉണർവ് ഗർഭം ധരിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി സ്തുതിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റുകളും കരം കൂപ്പി യേശു എന്ന നാമത്തിന്റെ മുമ്പിൽ നിൽക്കും. അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലൂസിന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ സമയം റോമിൽ വെച്ചാണ് തന്റെ ജീവിതം അവസാനിക്കുന്നത്. രക്തസാക്ഷിത്വ മരണം. 2 ഭാഗങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. ഒന്ന് വീട്ടുതടങ്കൽ,
ഒരുപക്ഷെ 2 വർഷം വാടകയ്ക്കെടുത്ത വീട്ടിൽ പടയാളിയോടുകൂടെ പാർത്ത കാലമായിരിക്കാം അത്. 2 റോമൻ കാരാഗൃഹത്തിൽ പൗലൂസ് കിടന്ന സമയങ്ങൾ. കാരാഗൃഹവാസം പൗലൂസ് അപ്പോസ്തലന് പുത്തരിയല്ല. തന്റെ മിനിസ്ട്രി തുടങ്ങിയ സമയം മുതൽ കൂടപ്പറപ്പ് പോലെ തന്നെ അനുഗമിക്കുന്നത് ഒന്നാണ് തടവെന്ന് പറയുന്നത്. ഉണർവ് വെളിപ്പെടുമ്പോൾ ജയിൽവാസം ഉറപ്പാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? പ്രതികൂലങ്ങൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിന്റെ സഭ ഉണർവിനുള്ള സഭയാ. പ്രതികൂലങ്ങൾ വർദ്ധിക്കുന്നെങ്കിൽ ഓർത്തോണം, നിന്റെ മീറ്റിംഗ് ഉണർവിനുള്ള മീറ്റിംഗ് ആണ്. പ്രതിസന്ധി വർദ്ധിക്കുന്നെങ്കിൽ ഓർത്തോണം, ഒരു ഉണർവോടുകൂടിയേ ഇത് സമാപിക്കുകയുള്ളൂ. നമ്മളെല്ലാം പാടി ആരാധിക്കുന്ന ഒരു പഴയ വരിയുണ്ട്. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആ പാട്ട് പാടുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന അധ്യായം അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായമാണ്. അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലൂസിനെയും ശീലാസിനെയും തല്ലി മുറിവേൽപ്പിച്ച് വലിച്ചടച്ചു കൊണ്ടുപോയി കാലുകൾ ആമത്തിലിട്ട് ഫിലിപ്പിയ കാരാഗൃഹത്തിന്റെ അകത്ത് അടയ്ക്കുകയാണ്. 2 കാലും ആമത്തിൽ. പക്ഷെ അന്ന് ആ പിശാചിന്റെ സത്യം മനസ്സിലായേ, 2 കൈയും ഫ്രീ ആണെങ്കിൽ അത്ഭുതം നടക്കും. മനസ്സിലായവർ എത്ര പേര് ഇതിന്റെ അകത്തുണ്ട്? കാലുകൾ ആമത്തിൽ, പക്ഷെ കൈ ഫ്രീ ആണോ? ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. തട്ടുന്നത് ജഡത്തിലാണെങ്കിലും തുടങ്ങുന്നത് ജഡത്തിൽ, തുടരുന്നത് ആത്മാവിൽ. ഇന്ന് രാത്രി ഇവിടെ കരമടിച്ച് ആരാധിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾക്ക് എത്രമാത്രം ആരോഗ്യമുണ്ടോ അത്രയും ആരോഗ്യത്തിൽ ആ കൈ ഒന്ന് അടിച്ച് ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. രണ്ട് കാലുകളും ആമത്തിൽ ഇട്ട ഫിലിപ്പിയ കാരാഗൃഹത്തിൽ ബൈബിൾ പറയുന്നു അർദ്ധരാത്രിയിൽ അത്ഭുതം നടന്നു. എങ്ങനെ? ആരാധന അത്ഭുതം നടക്കാൻ വേണ്ടിയല്ല, പക്ഷെ ആരാധനയിൽ പ്രസാദിക്കേണ്ടവൻ പ്രസാദിച്ചു പോയാൽ ആരാധനയിൽ അത്ഭുതം നടന്നിരിക്കും. എന്നാൽ റോമൻ കാരാഗൃഹത്തിൽ പൗലോസ് അപ്പോസ്തലനെ ഇടുമ്പോൾ 2 കൈയും ചങ്ങലയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. 2 കരങ്ങളും ചങ്ങലയിൽ കെട്ടിയിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലനെ റോമിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ ചങ്ങലയിൽ കെട്ടിയാണ്. ഫെലിക്സിന്റെയും ഫെസ്തോസിന്റെയും ദ്രുസില്ലയുടെയും അഗ്രിപ്പാവിന്റെയും മുമ്പിലൊക്കെ യേശുവിനെ പറയാൻ കയറി നിൽക്കുന്ന ഒരു സമയം പൗലോസിന്റെ ചരിത്രത്തിലുണ്ട്. അഗ്രിപ്പ രാജാവ് പൗലോസ് അപ്പോസ്തലനെ പ്രസംഗിക്കാൻ വേണ്ടി ആംഗ്യം കാണിച്ച് കയറ്റി നിർത്തുമ്പോൾ 2 കൈയും ചങ്ങലയ്ക്ക് കിടക്കുമ്പോൾ ആ 2 കൈയും കൂടി ഉയർത്തിപ്പിടിച്ച് ചങ്ങല കാണിച്ച് പൊതുജനത്തോട് പറയുകയാ, ഈ ചങ്ങല ഒഴികെ സകലരും എന്നെ പോലെയാകണം. ചങ്ങലയൊന്ന് അടിച്ചു തരാമോ? പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേനും ചങ്ങല ഇടാൻ അനുവദിക്കാം എന്നല്ല പൗലോസ് പറയുന്നേ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായിരിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ വായ് തുറക്കുമ്പോൾ എൻ്റെ ചങ്ങല പൊട്ടണമെന്നല്ല, വചനം വായിൽ നൽകപ്പെടേണ്ടതിനായി സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. ചങ്ങലയ്ക്കും തകർക്കാൻ കഴിയുന്നതല്ല സുവിശേഷം എന്ന് പറയുന്നത്. അടിച്ചമർത്താൻ ശ്രമിക്കും തോറും കുതിച്ചുയരുന്നൊരു ശക്തി ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്ന് ഇന്ന് രാത്രി ഉറപ്പിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്? ആവർത്തിക്കുന്നു, പിശാച് കേൾക്കട്ടെ. അടിച്ചമർത്താൻ ശ്രമിക്കും തോറും കുതിച്ചുയരുന്നൊരു ശക്തി ഉണ്ടെങ്കിൽ അത് നീ സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണെന്ന് അനുഭവിക്കുന്ന ദൈവമക്കൾ സ്തുതിക്കുന്ന ദൈവത്തെ. ഫിലിപ്പിയ കാരാഗൃഹത്തിൽ പൗലോസ് അപ്പോസ്തലൻ കിടക്കുമ്പോൾ ഈ ലേഖനം എഴുതുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ലേഖനമാണ് 2 തിമോത്തി. 1993-94 വർഷങ്ങളിൽ ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയം കാരാഗൃഹ ലേഖനങ്ങൾ പഠിപ്പിക്കുമ്പോൾ 2 തിമോത്തിയോസിന്റെ ലേഖനം നിർബന്ധമായി പഠിപ്പിക്കാറുണ്ട്. ആ സമയത്ത് അഭിഷിക്തന്മാർ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയും, ഞാനോ ഇപ്പോൾ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. പൗലോസിന്റെ നിര്യാണത്തെക്കുറിച്ച് എഴുതിയ ലേഖനമാണ്. എന്ന് വെച്ചാൽ തൻ്റെ സമാപന ലേഖനം. ഇത് കഴിഞ്ഞാൽ നിത്യതയുടെ വിരിമാറിലേക്ക് താൻ പറക്കുകയാണ്. എങ്കിൽ പൗലോസിന്റെ കയ്യിൽ കടന്ന ചങ്ങലയുടെ ഗന്ധമുണ്ട് നിങ്ങൾ തുറന്നു വെച്ചിരിക്കുന്ന ഈ ലേഖനത്തിന്. പറയൂ ആമേൻ. ഒന്നുകൂടെ തെളിയിച്ച പൗലോസിന്റെ ചങ്കിലെ ചോരയുടെ ഗന്ധമുണ്ട് ഈ 2 തിമോത്തിയോസിന്റെ ലേഖനത്തിന്. ഞാനും നിങ്ങളും പേപ്പർ എടുത്ത് പേനയെടുത്ത് എഴുതുമ്പോ ഒരു കയ്യിൽ പേപ്പറും ഒരു കയ്യിൽ പേനയും എടുത്ത് എഴുതും. പക്ഷേ എനിക്ക് തോന്നുന്നു 2 കയ്യിൽ ചങ്ങല കിടക്കെ. 2 കയ്യിൽ ചങ്ങലയിട്ടാൽ പിന്നെ അടുത്ത ജനറേഷന് വേണ്ടി ഒന്നും കൊടുക്കാൻ സാധ്യതയില്ലെന്ന് ചിന്തിച്ച പിശാചിന് തെറ്റി. 2 കയ്യിൽ ചങ്ങലയിട്ടാൽ 2 കയ്യിൽ തൂലിക പിടിച്ച് 2 കൈ കൊണ്ട് എഴുതും, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു.
നീ ചങ്ങലക്കിടുന്നത് പൗലൂസിനെയാണെങ്കിലും തന്റെ ദർശനത്തിന് ചങ്ങലയിടാൻ പിശാചേ നിനക്ക് കഴിയില്ല. നീ ചങ്ങലയിടുന്നത് അപ്പോസ്തലനെയാണെങ്കിലും അഭിഷേകത്തെ ചങ്ങലയിടാൻ നിനക്ക് കഴിയില്ല. പ്രസംഗകനെ തടയാൻ, പ്രസംഗിക്കപ്പെടുന്ന ക്രൂശിന്റെ ശക്തിയെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ഇന്ന് രാത്രി ഉറപ്പിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ഹല്ലേലൂയ പറ ദൈവത്തിന്. ലേഖനം എഴുതി. ഇത് തിമോത്തിയോസിനുള്ള ഒരു തുറന്ന കത്താണ്. റോം എന്ന് പറയുന്നത് ഇറ്റലിയുടെ ക്യാപിറ്റലാണ്. എന്നാൽ അപ്പോസ്തലനാകുന്ന തിമോത്തിയോസ് ആയിരിക്കുന്നത് എഫെസോസിലാണ്. 4-ാം അധ്യായം വായിക്കുമ്പോൾ ആ ചരിത്രം നമുക്ക് ലഭ്യമാണ്. എഫെസോസ് എന്ന് പറയുന്നത് ടർക്കിയിലാണ്. ഈ ലേഖനം 2 രാജ്യങ്ങളെ തമ്മിൽ വലിച്ചടുപ്പിക്കുകയാണ്. 2 രാജ്യങ്ങളെ തമ്മിൽ. ഒരാമൻ പറഞ്ഞേരും. ആവശ്യമാണ്, അതുകൊണ്ടാണ്. വെറുതെ അല്ല, ആവശ്യമാണ്, അതുകൊണ്ടാണ്. അത്യാവശ്യമാണ്. ചിലതിനൊക്കെ ദൈവം ബൗണ്ടറി പൊട്ടാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കും ദൈവം. ചില അച്ചാച്ചന്മാരുടെ മാത്രം കുത്തകയല്ല സാറേ ഞാൻ ഈ പറയുന്ന ദൂതൊന്നും. യേശു അകത്ത് കയറിയ സകലതിൻ്റെയും ബൗണ്ടറി പൊട്ടിക്കാൻ കരുത്തുള്ളവന നസറായനെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. കുമരകത്ത് ഓലമേഞ്ഞ പെരയിൽ ജനിച്ചു വളർന്നെങ്കിലും ചാണകം മെഴുകിയ തറയിലാണ് തടപ്പായിട്ട് ഉറങ്ങിയതെങ്കിലും പുതച്ചുറങ്ങുവാനൊരു പുതപ്പില്ലാതിരുന്ന കാലത്ത് അമ്മയുടെ സാരി പുതച്ചുറങ്ങിയ കാലമുണ്ടെങ്കിലും ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോൾ വീട്ടിൽ വരുന്ന പ്രവാചകന്മാർ കൈവച്ച് ദൂത് പറയുന്ന ദൂതിൻ്റെ അകത്തുണ്ട് ദൈവം നിങ്ങളുടെ തലമുറയെ വിദേശത്തയക്കും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വൈകുന്നേരത്തെ ഊണിന് വേണ്ടിയുള്ള കഷ്ടപ്പാടിൽ അപ്പനും അമ്മയും. പക്ഷെ ദൂത് വരുന്നത് വൈകിട്ടത്തെ ചോറിൻ്റെ കാര്യമൊന്നുമല്ല. US എംബസി ലൈൻ നിൽക്കുന്നത് കാണുന്നു. അങ്ങനെ പോലും പറയാൻ പഠിക്കുന്നതിന് മുമ്പാണ് ദൂത് വരുന്നത്. ദൈവത്തിനൊരു കാര്യം നിർബന്ധമാണ്. എവിടെ ജനിച്ചു എന്നൊന്നും ദൈവത്തിന് വിഷയമല്ല. അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യങ്ങളുടെ അതിർത്തി നിനക്ക് മുമ്പിൽ തുറന്നു കിടക്കും എന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുന്നവർ മാത്രം സ്തുതിക്കണം ദൈവത്തെ. ആരോ നിന്നെ ഒതുക്കി, ഇന്ന് രാത്രി നിന്നെ ചവിട്ടി ഒതുക്കിയ ശക്തിയെ ശാസിച്ച് നിന്റെ തലമുറയെ അതിർത്തിക്കപ്പുറം അയക്കാമെന്ന് ദൈവം ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ വീടിന്റെ അറ്റ്മോസ്ഫിയർ ദൈവത്തിന് വിഷയമല്ല. തമ്പുരാൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് രാവിലെ ഞാൻ ആരാധന കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കുഞ്ഞ് പാസ്പോർട്ട് എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കാര്യം നാം 40 കിലോമീറ്ററിന്റെ അപ്പുറത്ത് പോകാൻ യോഗ്യതയില്ലാത്തൊരു ചെറിയ വീടാണെങ്കിലും 10 സന്ദേശം കേട്ടപ്പോൾ ആ കൊച്ചിൻ്റെ അകത്ത് തോന്നി എൻ്റെ അകത്തിരിക്കുന്ന യേശു ഒതുക്കുന്ന യേശുവല്ല, ഉയർത്തുന്ന യേശുവാണ്. സ്തോത്രം 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 സ്തോത്രം. ബ്ലസ് കണ്ടലയുടെ സമാപന രാത്രി നിന്റെ യാത്രയ്ക്കുള്ള വഴി ദൈവം വെട്ടി തുറക്കുകയാ. ആരെങ്കിലും എന്തെല്ലാം പറഞ്ഞെന്ന് വെച്ച് നീ ഒതുങ്ങിപ്പോകരുത്. ഇന്ന് രാത്രി സർവശക്തനാകുന്ന ദൈവം പറയുന്നു, ആ വിചാരം കൊണ്ട് കെട്ടിയതിനെ ഈ 5-ാം ദിവസം അഭിഷേകം കൊണ്ട് അഴിച്ച്, മന്ത്രവാദം കൊണ്ട് കെട്ടിയതിനെ അഭിഷേകം കൊണ്ട് അഴിച്ച്, ശാപവാക്ക് കൊണ്ട് കെട്ടിയതിനെ അഭിഷേകം കൊണ്ട് അഴിച്ച്, അസൂയ കൊണ്ട് കെട്ടിയതിനെ അഭിഷേകം കൊണ്ട് അഴിച്ച് നിന്റെ മുമ്പിൽ ഡോറ് തുറക്കുകയാ ദൈവം. ശബ്ദമുയർത്തി അന്യഭാഷകളിൽ അല്പസമയം ഈ മഹായോഗം ആരാധിക്കുക. നിന്റെ കുടുംബത്തിന്റെ അകത്തേക്ക് ദൈവപ്രവൃത്തി വെളിപ്പെടണ. ആമേൻ. പലതിൻ്റെയും പുറകെ അടിമയെ പോലെ കൈനീട്ടി നടക്കുന്ന കാലങ്ങൾക്ക് ഇന്ന് രാത്രി ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോവാതെയ്യ. മതി, അങ്ങനെ ഒരു കാലം ഉണ്ട് കേട്ടോ. വഴി സൈഡിൽ കൈനീട്ടി നിന്ന കാലം എനിക്കുണ്ടായിട്ടുണ്ട്. എത്രയോ നാളുകൾ കൈനീട്ടിയ കാലങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇന്ന് രാത്രി സർവശക്തൻ പറയുക, ഈ മഹായോഗം ഈ രാത്രി ആർപ്പിടാൻ തയ്യാറായാൽ നിന്റെ ബൗണ്ടറി പൊട്ടിക്കാൻ കരുത്തുള്ള ദൈവശക്തി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോകുക. സാധാരണക്കാരല്ലെന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്നത്. പേഴ്സ് നിറച്ച് കാശ് കാണുകയില്ല, ബാങ്ക് ഡിപ്പോസിറ്റ് നിറച്ച് കാശ് കാണില്ല. പക്ഷെ ശരീരം നിറച്ച് അഭിഷേകമുണ്ടെങ്കിൽ ഇന്ന് രാത്രി കെട്ടഴിക്കാൻ അവൻ കരുത്തനായ ദൈവമാകയാൽ ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമക്കൾ അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ഈ മഹായോഗം പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് മാറുകയാണ്.
പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് മാറുകയാണ്. ഈ യോഗം തീരുന്നതിന് മുമ്പ് ശുശ്രൂഷ പകരപ്പെടും. ഈ യോഗം തീരുന്നതിന് മുമ്പ് അഭിഷേകം നേരിട്ട് ദൈവാത്മാവ് പകരും. ചിലതിനെ ദൈവം ഇന്ന് രാത്രി ഇവിടെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ഒരു സൈന്യത്തെ കാണാതെ ഇന്ന് രാത്രി യോഗം ദൈവം പിരിച്ചു വിടുകയില്ല. ഇന്ന് രാത്രി സർവശക്തനാകുന്ന ദൈവം അരുളി ചെയ്യുകയാ. നിന്റെ മുമ്പിൽ അടയപ്പെട്ട ബൗണ്ടറികൾ ഇന്ന് രാത്രി പൊട്ടുകയാണ്. നിന്നെ പുറത്തിറക്കാതെ, അടുത്ത ഡോർ തുറക്കാതെ വലിച്ചടച്ച ഓടാമ്പലുകൾ വചനം ഇന്ന് രാത്രി അറുത്തു മാറ്റുകയാണ്. Praise the Lord. ഞാൻ എപ്പോഴും ഓർത്തു വയ്ക്കുന്ന ഒരു യാത്രയുണ്ട്. എൻ്റെ ആദ്യത്തെ വിദേശ യാത്ര 2004, 2004. 2003 സാമച്ചൻ പാസ്റ്റർ ഒരു പ്രോഫസി എന്നോട് പറഞ്ഞു. 2003 തീരുമ്പോൾ നീ 2 മീറ്റിങ്ങിൽ പ്രസംഗിക്കും. അതിലൊരു മീറ്റിങ്ങിൽ ഒത്തിരി ദൈവദാസന്മാർ അണിനിരക്കുന്ന മീറ്റിംഗ് ആയിരിക്കും. ആ മീറ്റിംഗ് നിനക്കൊരു വഴി തുറക്കുന്ന മീറ്റിംഗ് ആയിരിക്കും. സാമച്ചൻ പാസ്റ്ററിൻ്റെ പ്രോഫസിയാണ്. ഞാനതുപോലെ ഒത്തിരി 10-35 പാസ്റ്റേഴ്സ് കൂടുന്ന ഒരു യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചു. ആ യോഗത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വിദേശയാത്ര ആരംഭിച്ചത്. വിദേശത്തേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ദൈവത്തിൻ്റെ ഒരു നീതി എന്നുള്ളതല്ലാതെ അതിലപ്പുറത്തൊന്നുമില്ല. സത്യം ഞാനീ പറഞ്ഞു, ദൈവത്തിൻ്റെ ഒരു നീതി അത്രയേ ഉള്ളൂ. പക്ഷേ ആ മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിക്കാൻ പോകാൻ കാര്യം എന്തെന്നറിയാമോ? ഒരു വീട്ടിലെ ഒരു യോഗത്തിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. ഞാനല്ല അന്ന് പ്രസംഗിക്കേണ്ടത്, മറ്റൊരു ദൈവദാസൻ. അപ്പം അദ്ദേഹത്തിന് പോകാൻ പറ്റാതെ വന്നുകൊണ്ട് അദ്ദേഹം പകരം എന്നെ ആ വീട്ടിൽ പറഞ്ഞു വിട്ടതാണ്. പകരക്കാരനായി പോയാലും യേശുവിനെ അല്ലേ പ്രസംഗിക്കുന്നത്? പകരം വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് തലക്കനം കാണിക്കല്ലേ? യേശുവിനെയാണോ പ്രസംഗിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയാലും ഗോൾ അടിച്ചാൽ പോരെ, രാജ്യം ജയിച്ചാൽ പോരെ? നിന്റെ മനസ്സാ ദൈവത്തിന് വലുത്. തലക്കനം ഇല്ലാത്തവരെല്ലാം ഒരു ഹല്ലേലൂയ പറ ദൈവത്തിന്. പിന്നല്ലാതെ ഞാൻ ആ മീറ്റിങ്ങിൽ പോയി യേശു കർത്താവിനെ പ്രസംഗിച്ചു. 2 ദിവസം പ്രസംഗിച്ചു. വീട്ടിൽ ഫാസ്റ്റിംഗ് പ്രയറാണ്. അപ്പോൾ ഈ യോഗം വെക്കുന്ന ആ വ്യക്തിയെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറ്റിയൊരു പുള്ളിയെ വേണം. അപ്പോൾ പുള്ളി പറഞ്ഞത് പകരം ഒരു കക്ഷി വന്നായിരുന്നു. പുള്ളിയെ വിളിച്ചോ, നല്ലതാണ്. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ യാത്ര തുടങ്ങിയത്. അന്ന് തുടങ്ങിയതാ, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ കര ഉയർത്തി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. വഴി അടയ്ക്കുന്ന നാമത്തെ അല്ല നീ സേവിക്കുന്നേ, വഴി തുറക്കുന്ന നാമത്തെ. ആ നാമത്തിൻ്റെ പേരത്രേ, ആ നാമത്തിൻ്റെ പേരത്രേ. കമോൺ, ആ നാമത്തിൻ്റെ പേരത്രേ. കരമുയർത്തി പറ യേശു. 2 രാജ്യങ്ങളെ തമ്മിൽ വലിച്ചടിപ്പിക്കുന്ന ഒരു ലേഖനമാണ് 2 തിമോത്തി. എഴുതുന്നയാൾ റോമിൽ, വാങ്ങി വായിക്കേണ്ടയാൾ എഫെസോസിൽ. ഇന്നത്തെ പോലെ മെസ്സേജുകൾ പാസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരുന്നൊരു കാലം. എന്തിനേറെ, ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വളരെ പെട്ടെന്ന് പോകത്തക്കവണ്ണം യാത്രാ സംവിധാനങ്ങൾ ഇല്ലാതിരുന്നൊരു കാലം, വ്യോമയാന മാർഗങ്ങൾ ഇല്ലാതിരുന്നൊരു കാലം. ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ടൊരു സന്ദേശം പാസ് ചെയ്യണമെങ്കിൽ 7 കടലുകൾക്കപ്പുറേ സെക്കൻഡ് കൊണ്ട് സന്ദേശം ചെല്ലും. സാധ്യതകളുണ്ട്. പക്ഷെ പൗലൂസിന്റെ കാലം സാധ്യതകളില്ലാതിരുന്ന കാലമാണ്. സാധ്യതകളില്ലെന്ന് പറഞ്ഞ് താൻ ഒതുങ്ങാൻ തയ്യാറായില്ല. സാധ്യതകളല്ല വിഷയം, ദർശനമാണ് വിഷയം. ഒരു സാധ്യതയില്ലെങ്കിലും അഭിഷേകം കൊണ്ട് യൂറോപ്പ് ഭൂഖണ്ഡത്തെ പിടിച്ചു കുലുക്കിയ ഒരു ക്രിസ്തു ഭടൻ. ഞാൻ എൻ്റെ കൂടെയുള്ള വേലക്കാരോടൊക്കെ പറയാറുണ്ട്, എൻ്റെ കാലത്തെങ്ങാനാ പൗലൂസ് ജനിച്ചിരുന്നതെങ്കിൽ നമ്മളെപ്പോലെയുള്ള അധികം വേലക്കാരുടെ ആവശ്യം വേണ്ടി വരില്ലായിരുന്നു. ഒന്ന് ആമേൻ പറഞ്ഞു. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറ ആമേൻ. പറഞ്ഞില്ല. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറ ആമേൻ. ഇന്ന് പലരും സാധ്യതകൾ നോക്കുകയാ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ പ്രതികൂലമായി വന്നാലും ഏൽപ്പിച്ച ദർശനം വലുതാണെന്ന് ഉറപ്പിച്ചാൽ സാധ്യതകളല്ല വിഷയം, ദർശനത്തിന്റെ പൂർത്തീകരണമാണ് വിഷയം. അനുകൂല പരിതസ്ഥിതി ലഭ്യമാകുന്നത് വരെ നിന്ന് പിടിച്ച് സമയം കളയാതെ അനുകൂലനായി ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്റ്റെപ്പ് എടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ സമയമായിട്ടുണ്ട്. ഒരു കാര്യോട് പറഞ്ഞിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ കളക്ട് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരെല്ലാം സ്റ്റേജിൻ്റെ ഒരു സൈഡിലേക്ക് വന്ന് നിങ്ങൾ നിന്നുകൊള്ളുക. ശ്രദ്ധിക്കുക, സമയം ഒത്തിരി മുമ്പോട്ട് പോയി, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടു.
ഒരു സാധ്യതയും നോക്കി നിന്ന് സമയം കളയാത്തൊരു ദൈവ മനുഷ്യൻ. താൻ എഴുതുകയാ 4 അധ്യായമുള്ളൊരു കത്ത്. എന്നെ ശ്രദ്ധിക്കുക, ഇത് കൊടുക്കുകയല്ലാതെ വേറൊരു വഴി തനിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ആര് പോകും കൊടുക്കാൻ? ആര് പോകും? അങ്ങനെ ഒരാൾക്ക് പോകണമെങ്കിൽ തന്നെ രാജ്യങ്ങളെ തമ്മിൽ ഘടിപ്പിക്കുന്ന യാത്ര കുറച്ച് ദുർഘടമാണ്. അതിശൈത്യമുള്ള സമയം, തണുപ്പുള്ള സമയം, 4 അധ്യായമുള്ള ഈ പേപ്പർ കീറിപ്പോകാതെ സൂക്ഷിക്കാൻ ഇതിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പൗലൂസിനെ നിങ്ങൾക്കറിയാം, തിമോത്തിയോസിനെ നിങ്ങൾക്കറിയാം. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു മനുഷ്യനുണ്ട്. ആ വ്യക്തിയെ ആർക്കും അറിയില്ല. ആരാണ് ഈ കത്തുമായി പോയതെന്നും ആർക്കും അറിയില്ല. ഇന്ന് രാത്രി പ്രിയരെ, പ്രസംഗകന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. തൊട്ടു മുമ്പേ പാടിയ ബ്ലസൻ മേമന എന്ന ദൈവദാസന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ നിന്നു. വേദിയിൽ നിൽക്കുന്നവരെയെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷേ വേദിയിൽ നിൽക്കുന്നവരെക്കാൾ 10 മടങ്ങ് ആള് കൂടുതലാ വേദിയിൽ നിൽക്കാത്തവർ. അവരെ കാണുന്നൊരു കണ്ണുണ്ട്. അവർ പ്രസിദ്ധരല്ല, പക്ഷേ അവർ ദൈവരാജ്യത്തിൽ പ്രസിദ്ധരാണ്. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? അവർക്ക് ഞാൻ കൊടുക്കുന്ന പേരെന്താണെന്നറിയാമോ? വിശ്വസ്തരെന്നാണ്. ഒരു കത്തും കയ്യിൽ പിടിച്ചുകൊണ്ട് അടുത്ത ഒരു രാജ്യത്തിലേക്ക് വെച്ചു പിടിക്കാൻ ഇതിന്റെ ഇടയിൽ വർക്ക് ചെയ്ത് ആ മനുഷ്യൻ വിശ്വസ്തനല്ലായിരുന്നെങ്കിൽ ഈ പുസ്തകത്തിൽ ആ കത്ത് വരില്ലായിരുന്നു. ദൈവത്തിന് ഈ തലമുറയിൽ ആവശ്യം മിടുക്കന്മാരെയല്ല, ദൈവത്തിന് ആവശ്യം വിശ്വസ്തരെയാണ്. ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തിന് ഈ തലമുറയിൽ ദൈവം നോക്കുന്നത് മിടുക്കന്മാരെയല്ല, കഴിവ് തെളിയിക്കുന്നവരെയല്ല. ദൈവത്തിന് ഈ തലമുറയിൽ ആവശ്യം വിശ്വസ്തന്മാരെയാണെന്ന് ഞാൻ പറഞ്ഞാൽ കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ദൈവത്തിന് വേണ്ട കുറെ വിശ്വസ്തന്മാർ. ഇതൊരു മഹായോഗമാണ്. ഒത്തിരി കർത്താവിൻ്റെ അഭിഷിക്തന്മാർ ഇവിടെയുണ്ട്, ഓർക്കസ്ട്രയുണ്ട്, കൊയറുണ്ട്. എന്നാൽ ജനകോടികൾ സമ്മേളിക്കുന്നൊരു സദസ്സ് വരാൻ പോവാ. ഇതുപോലെ സ്റ്റേജിൽ ഒത്തിരി പേരൊന്നുമില്ല, ഒറ്റ സിംഹാസനേ ഉള്ളൂ. ഒരാൾ അവിടെ ആഗതനായി വന്നിരിക്കും. അവൻ്റെ കൈവെള്ള കണ്ടാൽ മതി, ആളെ പിടുത്തം കിട്ടും. നീ കുത്തി തുളച്ചൊരു മുറിവ് ആ കൈ കിടപ്പുണ്ട്. പുസ്തകങ്ങൾ തുറക്കും. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകം കൂടി തുറക്കും. പേര് വിളിക്കും. അത് ഉറപ്പുള്ളവർ എത്ര പേര് ഇന്ന് രാത്രി ഇവിടെ നിൽപ്പുണ്ട്? ഇവിടെ ശുശ്രൂഷിച്ച ഷീമോൻ പാസ്റ്ററും കെ എബ്രഹാം പാസ്റ്ററും ടിനു ജോർജ് പാസ്റ്ററും ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന സാം ജോസഫും ഇവിടെ പാടിയ ബ്ലസൻ മേമനയും ഇവിടെ കീബോർഡ് വായിച്ച സഹോദരനും ഇവിടെ സ്റ്റേജിലുള്ള അഭിഷിക്തന്മാരും പാസ്റ്റർ ഷർജൻ കർത്താവിൻ്റെ ദാസനും എനിക്കറിയാവുന്നതും അറിയാൻ വയ്യാത്തതുമായ മുഴുവൻ ദൈവമക്കളും ഒരിക്കൽ അവൻ്റെ മുമ്പിൽ നിൽക്കണം. ഇന്ന് രാത്രി ഞാൻ കൈ ഉയർത്താൻ പറഞ്ഞാൽ കൈ ഉയർത്താൻ ആയിരക്കണക്കിന് പേർ എൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ അന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സമയമായിരിക്കും. അവൻ പുസ്തകം തുറന്ന് വായിക്കാൻ തുടങ്ങും. അവനവൻ ചെയ്ത പ്രവർത്തിക്ക് പ്രതിഫലം വിഭാഗിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയം. ഒറ്റയ്ക്ക് അവൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നൊരു സമയമുണ്ട്. അന്ന് മുട്ടടിക്കാതെ തലകുമ്പിടാതെ അവിടെ നിന്നുകൊണ്ട്, കർത്താവേ നീ എനിക്ക് തന്ന ഈ ആയുസ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തീർത്തെന്ന് പറഞ്ഞ് നമ്പർ 1 2 3 4 5 6 7 ആയുസിന്റെ അവസാന സമയം വരെയുള്ള കണക്കങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോ സിംഹാസന എഴുന്നേറ്റ് വന്ന് നിനക്ക് കൈ തന്നിട്ട് നിന്നോട് പറയുന്നൊരു വേടുണ്ട്. നല്ലവനും നല്ലവനും നല്ലവനും. അടുത്ത വേടും മഹായോഗം ശബ്ദമുയർത്തി പറയണം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ആ വേട് ഈ മണ്ണിന്റെ വേടല്ല, ആ വേട് വിണ്ണിന്റെ വേടാണ്. ഇന്ന് രാത്രി നീ വിശ്വസ്തനാണെങ്കിൽ നിന്നെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഒറ്റ വരിയുടെ പറഞ്ഞിട്ട് നാം ഓഫറിംഗ് ഇടാൻ പോകുകയാ. എല്ലാവരും കൊതിക്കുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ്. ഞാനും കൊതിക്കുന്നു, പുതിയൊരു അഭിഷേകം ദൈവം പകരണം. അഭിഷേകം അവൻ തരേണ്ടതാണ്, പക്ഷെ വിശ്വസ്തത അകത്തുനിന്ന് വരേണ്ടതാണ്. സ്തോത്രം സ്തോത്രം. മുകളിൽ നിന്ന് വരുന്ന അഭിഷേകവും അകത്തുനിന്ന് വരുന്ന വിശ്വസ്തതയും കൂടി ഒരൊറ്റ വ്യക്തിയിൽ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞുകൊള്ളുക, അവനെ ചതിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. അവന്റെ കുതികാലി ചവിട്ടാൻ ഒരു ശക്തിക്കും കഴിയില്ല. വിശ്വസ്തർ ഇന്ന് രാത്രി ഇതിന്റെ അകത്തുണ്ടെങ്കിൽ ഒന്ന് സ്തുതിക്കുന്നതിൽ തെറ്റില്ല. വിശ്വസ്ത മനുഷ്യർക്കായി സ്തോത്രം.
ബൈബിളിൽ ഒരു വിശ്വസ്തനെ പറയുന്നുണ്ട്, ഒത്തിരി വിശ്വസ്തനെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ വചന പഠനത്തിൽ ഇതുപോലൊരു വിശ്വസ്തൻ വേറെ ഇല്ല. ആള് പുതിയ നിയമത്തിലല്ല, ആള് പഴയ നിയമത്തിലാണ്. പേര് ഊരിയാവ്. ഊരിയാവിൻ്റെ കയ്യിൽ ഒരു കത്തെഴുതി കൊടുത്തു ദാവീദ്. ആ കത്തിൻ്റെ അകത്തെ ഉള്ളടക്കം ഇതാണ്. ആർക്കാ കത്തെന്നറിയാമോ? യോവാബിന്. ഈ കത്തുമായി വരുന്ന ഊരിയാവിനെ പടമുറുകുന്ന ഭാഗത്ത് നിർത്തണം. പടമുറുകി വെട്ടിക്കയറി വരുമ്പോൾ അവൻ ശത്രു സൈന്യത്തിൻ്റെ വെട്ടുകൊണ്ട് മരിക്കാൻ വേണ്ടിയുള്ള കത്തായത്. ഈ കത്ത് ഊരിയാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ദാവീദ് പറഞ്ഞു, പൊട്ടിച്ചു നോക്കരുത്, യോവാബിൻ്റെ കൊടുത്തേക്കണം. വിശ്വസ്തനാണവൻ. അവൻ്റെ അപ്പുറം ഒരു വിശ്വസ്തൻ വേറെ ഇല്ല. പുള്ളി അത് പൊട്ടിക്കുകയായിരുന്നെങ്കിൽ യോവാബിൻ്റെ അടുത്തോട്ട് പോകില്ല, പുള്ളി അവിടെ നിന്ന് എസ്കേപ്പ് ആയാണ്. അത് പൊട്ടിച്ചിരുന്നെങ്കിൽ താൻ മരിക്കില്ല, പക്ഷേ താൻ വിശ്വസ്തനായിരുന്നു. നിങ്ങൾക്കറിയുമോ, ഊരിയാവ് വാളുകൊണ്ട് വാളിൻ്റെ വായ്ത്തലയുടെ വെട്ടുകൊണ്ട് മരിച്ചു. പക്ഷേ ദാവീദിന്റെ കുലത്തിൽ നിന്ന് വാളു മാറിയില്ല. വിശ്വസ്തനെ തൊടുന്നത് സൂക്ഷിച്ചു വേണം. പോരാ 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 വിശ്വസ്തനെ തൊടുന്നത് സൂക്ഷിച്ചു വേണം. സാധാരണയുള്ള ഒരു വ്യക്തിയെ തൊടുന്നത് പോലെ വിശ്വസ്തനെ തൊട്ടിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം. കാര്യം അവന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതാകയാൽ അവന് വേണ്ടി കാര്യം തീർക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള സത്യ തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമുയർത്തി സ്തുതിക്കു ദൈവത്തെ. ആരാ പോയത് എനിക്കറിയില്ല, പക്ഷേ 4-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്. ഞാൻ തിഹിക്കോസിനെ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. ഒരു പക്ഷേ സാമ്പാസങ്ങൾ പറഞ്ഞെന്ന് പറയരുത്, ഒരു പക്ഷേ തിഹിക്കോസിൻ്റെ കയ്യിലായിരിക്കാം ഈ കത്ത് കൊടുത്തു വിട്ടത്. തിഹിക്കോസിനെ കുറിച്ച് ഞാൻ ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല. ആരും പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിത്വം തിഹിക്കോസ്. പക്ഷേ അദ്ദേഹം വിശ്വസ്തനാണ്. ബ്ലസ് കണ്ടളിയുടെ സമാപന രാത്രി എന്താ പ്രസംഗിച്ചെന്ന് ചോദിച്ചാൽ എല്ലാവരോടും തീർത്തു പറഞ്ഞു, തിഹിക്കോസിനെ കുറിച്ചാണ്. ദൈവത്തിന് വേണ്ടത് വിശ്വസ്തരെയാണ്. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് കപ്പലിലാണ്, യാത്രാ കപ്പലിലാണ്. ഇന്ന് ധാരാളം പാസഞ്ചർ ഷിപ്പുകളുണ്ട്. കപ്പലിൽ യാത്ര ചെയ്തിട്ടുള്ളവർ ഒരുപക്ഷെ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കാം. നമ്മുടെ ബെഡ്റൂമിൽ കടന്നുപോയി നാം സുഖമായി ഉറങ്ങുന്നത് പോലെ കപ്പലിൻ്റെ അകത്ത് നമുക്ക് സ്വസ്ഥമായി വസിക്കാനുള്ള റൂംസ് ഉണ്ട്. പക്ഷേ ഈ ലേഖനം എഴുതുന്ന കാലത്ത് അങ്ങനെയുള്ള കപ്പലുകളല്ല, കാറ്റുകൊണ്ടോടുന്ന പായ്ക്കപ്പലുകളാണ്. വേലക്കാരനെ സംബന്ധിച്ചിടത്തോളം സാധ്യതകളല്ല വിഷയം, വേലയാണ് വിഷയം. ഞാനതുകൊണ്ട് കർത്താവിൻ്റെ ദാസിദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഉരുവിട്ടൊരു വരിയുണ്ട്. വേലക്കാർക്ക് വേലക്കാരെ തിരിച്ചറിയാൻ പറ്റും. വേദി കണ്ടിട്ട് വേലക്കിറങ്ങുന്ന ഒത്തിരി വേലക്കാരുണ്ട്. വേദി കണ്ടിട്ട് വേലക്കിറങ്ങിയാൽ വേദി കിട്ടിയില്ലെങ്കിൽ വേല വിട്ടുപോകും. പക്ഷെ വേല കണ്ടുകൊണ്ട് വേലക്കിറങ്ങിയാലുണ്ടല്ലോ, കിട്ടുന്ന വേദിയിൽ വേല ചെയ്തിട്ടേ ഇറങ്ങുള്ളൂ. വേദി വേറെ, വേല വേറെ. എത്ര പേർ കാമേൽ പറയാൻ കഴിയും? വേദിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. വേദിയല്ല വേല, അത് വേറെയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ സ്തുതിക്കുക ദൈവത്തെ. ഇന്ന് രാത്രി എനിക്കൊരു ചാൻസ് ഇവിടെ കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എൻ്റെ ഒറിജിനൽ വേല ഇതല്ല. ഈ മെസ്സേജിന്റെ അവസാനം 10 സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിയുമെങ്കിൽ ഞാൻ വേലക്കാരനായി മാറുകയാ. ഇന്ന് രാത്രി ഞാൻ വേലക്കാരനായി മാറണമെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ, ഈ വേദിയിൽ ഞാൻ വേല ചെയ്തേ മതിയാകുള്ളൂ. Praise the Lord. Praise the Lord. വേദി കിട്ടുന്നില്ലേ എന്നും പറഞ്ഞ് എത്ര ആൾക്കാർക്ക് വിഷമാണെന്നറിയോ? ടെൻഷനാണ്. ഭാരതം വെളുത്ത് കിടക്കുക കൊയ്ത്തിന് വേണ്ടി. കൊയ്യാൻ ആരുമില്ല, വേദിക്ക് കരയാൻ ഒത്തിരി ആൾക്കാരുണ്ട്. നിന്നെ ഒരു വേദി കയറ്റാൻ തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുറിക്കകത്തിരുന്ന് കരഞ്ഞാൽ മതി, കോള് നിന്റെ വീട്ടിലെത്തും. നീ കുറെ ബന്ധങ്ങൾ പിടിച്ച് നടന്ന് തകരാതെ നിനക്കൊരൊറ്റ ബന്ധമേ സ്ഥാപിക്കാൻ ദൈവം അനുവദിക്കുന്നുള്ളൂ. നിന്നെ വേലയ്ക്ക് വിളിച്ച ദൈവമായിട്ടുള്ള ബന്ധം നീ കീപ്പപ്പ് ചെയ്യാമെങ്കിൽ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നും വഴി തുറക്കാൻ കരുത്തുള്ളൊരു ദൈവത്തെയാ ഇന്ന് രാത്രി നീ സ്തുതിക്കുന്നത്. ഓക്കെ, റോമിലേക്ക് പോയി കപ്പൽ, എഫെസോസിലേക്ക് പോകുന്നു കപ്പൽ. പൗലോസ് സഞ്ചരിച്ച കുറേ നാടുകളിൽ എളിവനാകുന്ന എനിക്ക് യാത്ര ചെയ്യാൻ ദൈവം അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. പല പായ്ക്കപ്പലുകൾ ഞാൻ യാത്രയിൽ കണ്ടിട്ടുണ്ട്. റോമിലേക്ക് പൗലോസിനെ കൊണ്ടുപോകുന്നതും അങ്ങനെയുള്ളൊരു കപ്പലിലാണ്. റോമിലേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് അകത്തിരുന്ന് ക്യാപ്റ്റനോട് ചോദിക്കുക, സാറേ എപ്പോഴാ സാറേ റോമിലെത്തുന്നേ? ഉടനെ അദ്ദേഹം പറയും, ഇത്ര മാസം കൊണ്ട് എത്താം, ഇല്ല ഇത്ര ആഴ്ച കൊണ്ട് എത്താം.
പക്ഷേ ഒരു കാര്യം, ഒറിജിനൽ ഡ്രൈവർ ഞാനല്ല, ഒറിജിനൽ ഡ്രൈവർ കാറ്റാണ്. കാറ്റ് നിയന്ത്രിക്കുന്നത് പോലെ അല്ലാതെ എനിക്ക് ഈ വളയം പിടിക്കാൻ പറ്റത്തില്ല. കാറ്റ് അനുവദിക്കുന്ന സമയത്തല്ലാതെ നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തത്തില്ല. മനസ്സിലായ എത്ര ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ട്? ബ്ലസ് കണ്ടല കാറ്റ് പിടിക്കുന്ന യോഗമാകട്ടോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ 2 വാക്യമുണ്ട്. കാറ്റ് സമ്മതിക്കായികയാൽ അവർ ക്രേത്ത ദ്വീപിന്റെ മറപറ്റി ഓടി. കപ്പലിന് അതിലെയൊന്നും വഴിയില്ല, കാറ്റിന് അതിനെ വഴിയുണ്ട്. ക്യാപ്റ്റൻ അതിലെ വഴിയില്ല, പക്ഷേ കാറ്റിന്റെ വഴി അതിലെയാ. ആത്മാവുള്ള വേലക്കാരോടും ദൈവമക്കളോടും ഞാൻ പറയാം, നിന്റെ ഇഷ്ടത്തിന് അധികം കാലം പോകാൻ ദൈവം അനുവദിക്കില്ല. ഇതിന്റെ ഇടയിൽ കാറ്റ് പിടിക്കാൻ തീരുമാനിച്ചാൽ അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ല. കാറ്റ് പിടിച്ചിരിക്കും. അടുത്ത വാക്യം, കാറ്റ് സമ്മതിക്കായികയാൽ കുപ്രോസ് ദ്വീപിന്റെ മറപറ്റി ഓടി. കപ്പലിനും ക്യാപ്റ്റനും ഒന്നും അതിലെ വഴിയില്ല, പക്ഷെ കാറ്റിന് ഇപ്പൊ അതിലെയാ വഴി. കപ്പലിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് റോം, കാറ്റിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് മെലീത്ത. പറയൂ ആമേൻ. നിന്റെ ലക്ഷ്യമല്ല കാറ്റിന്റെ ലക്ഷ്യം. ഇന്ന് രാത്രി യോഗം കാറ്റ് പിടിച്ചാൽ തിമോത്തിയോസിന്റെ ലേഖനം മടക്കാനേ എനിക്ക് പറ്റുള്ളൂ. നിന്റെ സഭായോഗം കാറ്റ് പിടിച്ചാൽ നീ എഴുതിയുണ്ടാക്കിയ പ്രസംഗം മടക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇന്ന് രാത്രി യോഗം കാറ്റ് കൊണ്ടുപോകുന്നതിൽ സന്തോഷമുള്ള ദൈവമക്കൾ എത്ര പേര് ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്? എൻ്റെ കര ഉയർത്തി ഞാൻ ചിലരെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. ചില അഭിഷിക്തന്മാരുടെ ശുശ്രൂഷയെ കാറ്റ് കൊണ്ടുപോകാൻ പോകുകയാ. ചില അഭിഷിക്തന്മാരുടെ മിനിസ്ട്രിയെ കാറ്റ് പിടിക്കാൻ പോകുകയാ. ചിലരുടെ വചന ശുശ്രൂഷയെ കാറ്റ് കൊണ്ടുപോകാൻ പോകുകയാ. ചിലരുടെ പ്രവചന ശുശ്രൂഷയിലേക്ക് കാറ്റ് പിടിക്കാൻ പോകുകയാ. ചിലരുടെ രോഗശാന്തി ശുശ്രൂഷയിലേക്ക് കാറ്റ് പിടിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ബ്ലസ് കണ്ടല 5-ാം ദിവസം രാത്രി ആത്മാവിന്റെ കാറ്റ് പിടുത്തം ആത്മാവിൽ അറിയുന്ന ദൈവമക്കൾ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ അല്പസമയം അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കേ. ജഡത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഒന്ന് പൊട്ടട്ടെ കേട്ടോ. ബുദ്ധിയുടെ ശക്തി ഇന്ന് രാത്രി പൊട്ടട്ടെ. ബുദ്ധിയുടെ പ്രമാണം ഇന്ന് രാത്രി അഴിച്ചു മാറ്റി കാറ്റൊന്ന് ഇതിന്റെ അകത്തൊന്ന് പിടിക്കാൻ പരിശുദ്ധമാവും മനസ്സ് വെക്കുകയാ. വർഷങ്ങൾ നീ പ്രാർത്ഥിച്ച നാൾ വരാൻ പോകുകയാ. വർഷങ്ങളായി നീ ആഗ്രഹിച്ച ദിവസങ്ങൾ വരാൻ പോകുകയാ. വർഷങ്ങളായി നീ കാത്തിരുന്ന ദിവസം വരാൻ പോകുകയാ. ഇന്ന് വരെ വെളിപ്പെടാത്ത ഒരു അഭിഷേകത്തിന്റെ കാറ്റ്. When the day of Pentecost was fully come, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ മനസ്സിൽ കോറിയിട്ടോ റബ്ബർ പന്ത് വലിച്ചെറിയുന്നത് പോലെ ഭാരതത്തിന്റെ ചില സ്റ്റേറ്റിലേക്ക് മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം തന്നെ വലിച്ചെറിയാൻ പോകുകയാ. നിന്നെ പലരും നിയോഗിച്ച് കാണുകയില്ല, നിന്നെ പലരും ആമേ സഹായിച്ചു കാണുകയില്ല, പക്ഷെ നിന്നെ സഹായിക്കാൻ ഇന്ന് രാത്രി ഇവിടെ കാറ്റ് വീശാൻ പോകുകയാ. നീ കാറ്റുപിടുത്തമുള്ള ഒരു അഭിഷിക്തനാണെങ്കിൽ നിന്റെ സഭ തന്നെ വളർന്നോളൂ. നീ വളർത്തുന്നതല്ല സഭ, അവൻ വളർത്തുന്നതാ ദൈവസഭ. ഇന്ന് രാത്രി കാറ്റിന്റെ അഭിഷേക, കാറ്റിന്റെ ശക്തി, കൊടിയ കാറ്റിന്റെ ശക്തി തിരിച്ചറിഞ്ഞ ദൈവമക്കൾ പലരും ഇന്ന് രാത്രി ഇവിടെയുണ്ട്. അന്യഭാഷകൾ പറഞ്ഞ് ഈ രാത്രി അവനെ സ്തുതിക്കട്ടെ. കഴിഞ്ഞ 24 സംവത്സരങ്ങളായി ഞാനൊരു സഭാ ശുശ്രൂഷകനാണ്. എൻ്റെ 19ാമത്തെ വയസ്സിൽ സഭാ ശുശ്രൂഷകനായി ആത്മീക ശുശ്രൂഷയിലേക്ക് രംഗപ്രവേശനം ദൈവം എനിക്ക് അനുവദിച്ചു. കഴിഞ്ഞ 24 വർഷമായി ഞാൻ സഭയുടെ പാസ്റ്ററാണ്. ഒരു സഭയുടെ ശുശ്രൂഷ നടത്തുമ്പോൾ ഓർഡറൊക്കെ നമുക്കറിയാം, എഴുതി വെച്ചിട്ടില്ലെങ്കിലും മനസ്സിൽ നാം കോറിയിട്ടിട്ടുണ്ട്. ഒരു ശുശ്രൂഷകൻ പ്രാർത്ഥിച്ചു തുടങ്ങി, പിന്നൊരു പാട്ടുപാടി ആരാധിക്കും. മിക്ക സഭകളിലും ഒരു പാട്ടല്ല 2 പാട്ട് പാടും. എന്താണെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. ഒന്നാമത്തെ പാട്ടിലൊന്നും സംഭവിക്കുകയില്ലാത്തത് കൊണ്ടാണോ 2ാമത്തെ പാട്ട് പാടുന്നത്? 2ാമത്തെ പാട്ട് ഒന്നുകൂടെ മേളിൽ നിന്ന് താഴോട്ട് പാടാറില്ലേ? ആ പാട്ടിലല്ലേ ചിലരെങ്കിലും ഒന്ന് ആരാധിച്ചു പോകുന്നത്? അതിനുശേഷം
2 സഹോദരിമാർ പ്രാർത്ഥിച്ച്, ഒരു സഹോദരനൂടെ പ്രാർത്ഥിച്ച് സങ്കീർത്തനം വായനയ്ക്ക് നമ്മൾ സമയമെടുക്കാറല്ലേ പതിവ്? ആ സമയത്തല്ലേ നമ്മുടെ സഭയിലെ അച്ചാച്ചന്മാർ ചിലർ നുഴഞ്ഞ് സഭയിലോട്ട് വരുന്നത്? അവർക്ക് കയറി വരാനുള്ള വഴിയാണോ സങ്കീർത്തന വായന? ചിന്തിച്ചേ മതിയാകുകയുള്ളൂ. അതിനുശേഷം സങ്കീർത്തനത്തിൽ നിന്ന് പ്രബോധിപ്പിച്ചതിന് ശേഷം ഒരല്പം കുഞ്ഞുങ്ങൾ ഫ്രണ്ടിലുണ്ടാകും. അവർക്ക് കാണാതെ വചനം പറയാനും പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് സ്റ്റിയറിങ് നിങ്ങളുടെ കയ്യിലോട്ട് മാറുകയും ചെയ്യുന്നൊരു ശുശ്രൂഷ. അതിന് നമ്മൾ കൊടുക്കുന്ന പേര് സാക്ഷ്യമെന്നാണ്. ഓർഡർ തെറ്റിക്കരുത്. കാഹളം വരെ അങ്ങനെ പൊക്കോണം. പക്ഷേ പ്രാർത്ഥിച്ചു തുടങ്ങി, ഒരു പാട്ടും പാടി, അല്ല 2ാമത്തെ പാട്ട് പാടി. ആ 2ാമത്തെ പാട്ടിൽ കാറ്റ് പിടിച്ചു പോയാൽ എത്ര ശ്രമിച്ചിട്ടും ആരാധന നിർത്താൻ കഴിയാതെ ഡ്രമ്മേറ്റ് അടിച്ചു നോക്കി, ഡെസ്കേറ്റ് അടിച്ചു നോക്കി, മൈക്കെടുത്ത് ആമേൻ ആമേൻ എന്ന് പറഞ്ഞു നോക്കി. പക്ഷേ കാറ്റ് പിടിച്ചതല്ലേ. ആമേൻ കേൾക്കും തോറും കാറ്റിന് സന്തോഷമാണ്. ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കട്ടെ, നിന്റെ സഭാ ഹോളിൻ്റെ അകത്ത് സഭായോഗം കാറ്റ് കൊണ്ടുപോകാൻ പോകുകയാ. യോജിക്കാൻ മനസ്സുള്ള എത്ര പേര് ഇന്ന് രാത്രി ഇവിടെയുണ്ട്? എനിക്ക് അവരുടെ കരം ഇന്ന് രാത്രി നിർബന്ധമായി കണ്ടേ മതിയാകുകയുള്ളൂ. കാറ്റുപിടുത്തത്തിന് ഇഷ്ടമുള്ള ദൈവമക്കളുടെ കരങ്ങളാണ് ഇന്ന് രാത്രി ഉയരുന്നത്. സാത്താനെ നീ മാറിപ്പോ. ആത്മാവിന്റെ കാറ്റിനെ സ്വീകരിക്കാൻ കരുത്തുള്ള ആയിരക്കണക്കിന് പേർ ബ്ലസ് കണ്ടറിയിൽ കര ഉയർത്തിയിരിക്കുകയാ. ഇന്ന് രാത്രി കാറ്റിന്റെ ഒരു ശക്തി ഇതിൻ്റെ അകത്ത് വീശാൻ പോകുകയാ. നിങ്ങളുടെ ശരീരത്തിൽ അഭിഷേകം ചുമന്നുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തികളിലേക്ക് ദൈവശക്തി ഒന്ന് വ്യാപരിക്കേണ്ടതിനായി പകർന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവസന്നിധിയിൽ ശക്തി പുറപ്പെടാൻ പോകുകയാ. ബ്ലസ് കണ്ടളയുടെ 5ാം ദിവസം രാത്രി അന്തരീക്ഷം മുഴുവൻ മാറുകയാ. കാറ്റ് കൊണ്ടുപോകുന്ന രാത്രിയാണിത്. കാറ്റ് പിടിക്കുന്ന രാത്രിയാണിത്. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അകത്ത് കയറിയ ദൈവമക്കൾ മാക്സിമം ശബ്ദമുയർത്തി ഇന്ന് രാത്രി അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കട്ടെ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ശക്തി പുറപ്പെടുന്ന ഞാൻ തിരിച്ചറിയുകയാ. ദൈവശക്തി പുറപ്പെടുന്ന ഞാൻ തിരിച്ചറിയുകയാ. ഈ 5ാം ദിവസം രാത്രി ചില പുതിയ അഭിഷിക്തന്മാർ രംഗത്ത് വരാൻ പോകുകയാ. എന്നും കണ്ടവരെ കൊണ്ട് വേദി നിറയ്ക്കാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല. ഇതുവരെ കാണാത്ത ചിലരെ തമ്പുരാൻ തെരഞ്ഞു പിടിച്ച് ഇന്ന് രാത്രി അഭിഷേകം ചെയ്യുകയാ. കാറ്റ് പിടിക്കട്ടെ. Asaria maka tarika bauta manakadala vaisha mana hamdala ria praushas utamana batajanaga bausha mana hamdala ria prauda manakadala vaishamdaradana ataka manakadara bauta manakadala vaishamdaradini ataka batajanaga vaishamdaradana. ഇപ്പോൾ നീ അല്ല അന്യഭാഷ പറയുന്ന, ആത്മാവാ പറയുന്നത്. നിന്നെ അവന്റെ കയ്യിലേക്ക് നീ വിട്ടുകൊടുത്തു കഴിഞ്ഞു. ഇനി നിന്നെ കൊണ്ടുപോകുന്നത് അവനാണ്. ഇനി നിന്നെ നിയോഗിക്കുന്നത് അവനാണ്. ഇനി നിന്നെ ഗൈഡ് ചെയ്യുന്നത് അവനാണ്. അവനാണ് പ്രയോറിറ്റി. അവനാണ് മിനിസ്റ്റർ ചെയ്യുന്നത്. അവനാണ് വർഷിപ്പ് ചെയ്യുന്നത്. അവനാണ് ഇനി മിനിസ്റ്റേഴ്സിനെ ഗൈഡ് ചെയ്യുന്നത്. ഇന്ന് രാത്രി അവന്റെ കയ്യിലേക്ക് ഒന്ന് ഏൽപ്പിച്ചേ ദൈവം ചിലതിനെ തൊടുകയാ. പരിശുദ്ധമാവ് വർക്ക് ചെയ്യാൻ അനുവാദം കൊടുക്കാതെ ദൈവസഭകളുടെ എൻട്രൻസിനെ തടയാൻ ശ്രമിച്ച മുഴുവൻ ശക്തികളെയും ഇന്ന് രാത്രി ദൈവമാവ് ശാസിക്കുകയാണ്. ദൈവസഭകൾക്കകത്ത് മുൻവിധിയുടെ ശക്തിയിട്ട് ദൈവസഭകൾക്കകത്ത് ആത്മാക്കളെ കൊണ്ടുവരാതെ അതിന്റെ എൻട്രൻസിനെ ബ്ലോക്ക് ചെയ്ത മുഴുവൻ പൈശാചിക മേഖലകളെയും ഇന്ന് രാത്രി ശാസിച്ചുകൊണ്ട് ഓരോ സഭകൾക്കകത്തേക്ക് ആത്മാവിന്റെ കാറ്റ് പ്രവേശിക്കട്ടെ. ദൈവം കണ്ട ചിലർ ബ്ലസ് കണ്ടലിൽ വന്നിരിപ്പുണ്ട് കേട്ടോ. അങ്ങ് ദൂരത്തുനിന്ന് വാഹനം ഓടിച്ചു വന്ന ദൈവദാസന്മാർ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നത്. എന്തിനാണെന്നറിയാമോ? ഇനി അങ്ങോട്ടുള്ള ശുശ്രൂഷകൾ മുഴുവൻ കാറ്റുകൊണ്ടായിരിക്കും. ഈ സംഘടനയെ ഞാൻ ബ്ലസ് ചെയ്യുകയാ. ഇനി കർത്താവിന്റെ വരവ് വരെ ഈ സംഘടനയെ നയിക്കുന്നത് ആത്മാവിന്റെ കാറ്റിന്റെ ശക്തിയായിരിക്കും. കാറ്റ് പറയുന്നിടത്തോട്ടല്ലാതെ നിനക്ക് തിരിയാൻ കഴിയില്ല. കാറ്റ് പറയുന്നിടത്തോട്ടല്ലാതെ നിനക്ക് തിരിയാൻ കഴിയില്ല. എങ്ങോട്ട് കാറ്റ് കൊണ്ടുപോകുമോ അങ്ങോട്ട് നീയും പോയിരിക്കും.
എത്ര വർഷമായി എന്നറിയാമോ നീ ആ ഒരു ആത്മതലം പ്രതീക്ഷിക്കാൻ തുടങ്ങിയിട്ട്? ദീർഘവർഷമായി നീ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നിനക്കത് ലഭ്യമാകാതെ നിന്റെ മനസ്സ് ശൂന്യതയിലാണ്. ഓരോ ശുശ്രൂഷവേദിയും കഴിഞ്ഞ് നിന്റെ പ്രതീക്ഷ പോലും വരാതെ നഷ്ടബോധത്തോടെ നീ ഇറങ്ങിപ്പോന്ന കാലങ്ങൾക്ക് ബായ് ബായ് പറഞ്ഞ് നിന്നെ ദൈവം ഒരു മിനിസ്ട്രി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ തലമുറയിൽ അത് പുറത്തു വരത്തക്കവണ്ണം ആത്മാവിൻ്റെ കാറ്റ് നിന്നെയും കൊണ്ട് പോകുന്നൊരു ദിവസം എത്തിയെന്ന് ഞാൻ പറഞ്ഞ സ്വീകരിക്കാൻ എത്ര പേർ ഇന്ന് രാത്രി ഇവിടെ തയ്യാറുണ്ട്? കാറ്റിൻ്റെ കയ്യിലേക്ക് എന്നെ ഏൽപ്പിക്കാമെന്ന് പറയുന്ന ദൈവമക്കൾ എത്ര പേര് ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ആത്മാവിൻ്റെ കാറ്റിൻ്റെ കയ്യിലേക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നെന്ന് പറയുന്നവരുടെ കര ഉയരട്ടെ, 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 ഉയരട്ടെ. ആത്മാവിൻ്റെ കാറ്റിലേക്ക് ഞാൻ എന്നെ വിട്ടുകൊടുക്കുക. ബ്ലസ് കണ്ടലയുടെ 5-ാം ദിവസം രാത്രി ആത്മാവിൻ്റെ കയ്യിലേക്ക് ഞാനൊന്ന് ഏൽപ്പിക്കുകയാ. അതെ, നീ ആ കര ഉയർത്തിപ്പിടിച്ചിരിക്കുക. കാറ്റ് ഇന്ന് രാത്രി ആ കയ്യിലൊന്ന് വീശിയാൽ, നിന്റെ ദേശത്തിൻ്റെ വിടുതലിന് ആ കൈ ഒന്ന് ഉയർത്തിയാൽ മതി. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ മിനിസ്ട്രിയിൽ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ 15 വർഷത്തിന് ശേഷമല്ല അത് വെളിപ്പെടുന്നത്. ഇന്ന് രാത്രി അത് വെളിപ്പെട്ട് തുടങ്ങത്തക്കവണ്ണ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് രാത്രി ആ കരമുയർത്തിയ ദൈവമക്കൾ അലറി വിളിച്ചൊരു സ്തോത്രം പറഞ്ഞ ദൈവത്തിന് മനുഷ്യനിർമ്മിതമായ ഇലക്ട്രിക് പവറിനെ നേരിട്ട് നിനക്ക് തൊടാൻ പറ്റത്തില്ലെങ്കിൽ ദൈവശക്തിയെ അളക്കാൻ ഒരൊറ്റ ബുദ്ധിക്കും കഴിയത്തില്ല. എസെക്കിയേൽ 47 4 സ്റ്റെപ്പുണ്ട്. 4 സ്റ്റെപ്പുകൾ. 1 നരിയാണിയോളം, 2 മുട്ടോളം, 3 അരയോളം. ഈ 3 സ്റ്റെപ്പിൽ നിൽക്കുന്നതായി പ്രശ്നം ഉണ്ടാകാൻ കാരണം വെള്ളം അരയോളമാണെന്ന് പറഞ്ഞാലും കാല് നിലത്താണ്. കാല് മണ്ണിലാണോ ഇടയ്ക്കിടയ്ക്കൊക്കെ ജഡം കയറി വരും. പക്ഷേ 4-ാം സ്റ്റെപ്പ് കാല് നിലത്തുറക്കില്ല. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ പാദം മണ്ണിൽ നിന്ന് പറഞ്ഞിരിക്കും. ഒന്നുകിൽ നീ മുങ്ങിപ്പൊങ്ങും, ഇല്ലേ നീ നീന്തും. ആ 4-ാം സ്റ്റെപ്പ് കൊതിക്കുന്ന എത്ര പേര് ഈ ഗ്രൗണ്ടിലുണ്ട്? സ്റ്റേജിലേക്ക് നോക്കണ്ട, ഇടത്തും വലത്തും നോക്കണ്ട, ഓഡിയൻസിലേക്ക് നോക്കണ്ട. 4th സ്റ്റെപ്പിന് വേണ്ടി ജീവൻ ബലിയാടാക്കാൻ തൻ്റെ ഇടമുള്ള എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്? വർഷങ്ങളായി ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന ഒരു അമ്മച്ചിയാ നിങ്ങൾ, പിതാവാ നിങ്ങൾ, അപ്പച്ചനാ നിങ്ങൾ, സഹോദരനാ സഹോദരിയാ നിങ്ങൾ. ഇന്ന് രാത്രി സർവശക്തൻ പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്തെക്കാൾ അപ്പുറം നിന്നെ അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവിനൊരു വലിയ സ്വപ്നം തീർക്കാനുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുമ്പോൾ ആ 4-ാം സ്റ്റെപ്പിലേക്ക് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവെന്ന് വലിച്ചെറിയാൻ പോകുകയാ. ഒന്നുകിൽ മുങ്ങിപ്പോങ്ങും, അല്ലെങ്കിൽ നീന്തി തുടിക്കും. അങ്ങനെ ഒരു ആത്മമണ്ഡലത്തിലേക്ക് ഇന്ന് രാത്രി പറന്നുയരാൻ കരുത്തുള്ള ചിലരെ ദൂതൻ പിടിച്ചു വലിക്കുക. വരിക, ആർക്കും അളക്കാൻ കഴിയാത്ത ആത്മമണ്ഡലത്തിലേക്ക്, വെള്ളത്തിലേക്ക് വരിക. ഒന്നാം സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ അന്യഭാഷയുണ്ട്, അഭിഷേകമുണ്ട്, ആരാധനയുണ്ട്, ശുശ്രൂഷയുണ്ട്. ചെറിയൊരു ടെൻഷൻ വന്നാൽ മതി, നീ തകർന്നു പോകും. 2-ാം സ്റ്റെപ്പ് നരിയാണിയോള, ആമേൻ 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 മുട്ടോള. ശുശ്രൂഷയുണ്ട്, അന്യഭാഷയുണ്ട്, കയ്യടിയുണ്ട്, സഭാ ശുശ്രൂഷയുണ്ട്, എല്ലാം ഉണ്ട്. ചെറിയ വിഷയത്തിന്റെ മുമ്പിൽ മുഖം വാടി, ആമേൻ ചില വാക്കുകൾ കേട്ടാൽ മനസ്സ് മുറിഞ്ഞ് ആകപ്പാടെ വീട്ടിൽ വിഷയം, ബുദ്ധിമുട്ട്. കുറച്ചും കൂടി അരയോളം വെള്ളം വന്ന് അന്യഭാഷയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസമുണ്ട്, 7 ഉണ്ട്, 21 ഉണ്ട്, 40 ഉണ്ട്. ചില ദിവസങ്ങൾ സന്തോഷം നിലനിൽക്കും. പക്ഷേ ചില ചെറിയ ചെറിയ വിഷയങ്ങളുടെ നടുവിൽ കടിച്ച പൊട്ടാത്ത വാക്കുകൾ നാവിൽ നിന്ന് പുറത്തു വന്ന് ജഡത്തിന് സ്വാധീനമുള്ള 3 സ്റ്റെപ്പുകൾ. പക്ഷെ ഇന്ന് രാത്രി ജഡം സുല്ലിടുന്ന 4-ാമത്തെ സ്റ്റെപ്പ്, ആർക്കും ടെൻഷൻ അടിപ്പിക്കാൻ കഴിയാത്ത 4-ാമത്തെ സ്റ്റെപ്പ്, ആർക്കും അളക്കാൻ കഴിയാത്ത 4-ാമത്തെ സ്റ്റെപ്പ് ഈ ഗ്രൗണ്ടിൽ ഇന്ന് രാത്രി തുറക്കട്ടെ. ശാന്തി പുറപ്പെടട്ടെ, ശാന്തി.
ആരും കൈവച്ചിട്ടല്ല നാലാമത്തെ സ്റ്റെപ്പ് ഇവിടെ തുറക്കേണ്ടത്. അവൻ നേരിട്ട് നിന്നെ തൊടുകയാ. വർഷങ്ങൾ കൊണ്ട് നീ ശുശ്രൂഷയില്ല, വർഷങ്ങൾ കൊണ്ട് നീ ആരാധിക്കുന്നതാ. പക്ഷെ ബുദ്ധിയുടെ പ്രമാണം പൊട്ടാതെ ഇന്ന് രാത്രിയും നീ ഇവിടം വരെ എത്തി. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിട്ട് നിന്നെ വിടണമെങ്കിൽ ബുദ്ധിയുടെ കേട്ടടിച്ച് ആത്മാവൊന്ന് സ്ഥാനം പിടിക്കാൻ പോകുകയാ. നോക്കിയിരിക്കാതെ, തെക്കും വടക്കും നോക്കിയിരിക്കാതെ, ബൾബ് തെളിയുന്ന പോലെ കണ്ണും തുറന്ന് നോക്കിയിരിക്കാതെ ഇന്ന് രാത്രി ആത്മാവുണ്ടെങ്കിൽ കണ്ണടച്ച് ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുക. സൂപ്പർവൈസ് ചെയ്യാനല്ല ദൈവം നിന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്. ആരാധിക്കുന്നുണ്ട്, ആര് ദൈവശക്തി പ്രാപിക്കുന്നുണ്ട്. അളക്കാനുള്ള അളവ് പോലും വലിച്ചെറിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ആ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി നീന്തി തുടിക്ക്. ദൈവം നിന്നെ മിനിസ്ട്രിയിൽ യൂസ് ചെയ്യുകയാ. ശക്തമായ ഒരു ദൈവശക്തി ഈ ഗ്രൗണ്ടിൽ പ്രവാഹിക്കട്ടെ. ഈ ഗ്രൗണ്ടിൽ അഭിഷിക്തന്മാർ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്. ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ പോകുകയാ. ഒരുമിച്ചൊരു ശുശ്രൂഷ, ദൂതന്മാർ ശുശ്രൂഷിക്കുന്ന ഒരു മിനിസ്ട്രിയായി ബ്ലസ് കണ്ടനിയിലെ കൺവെൻഷൻ മാറുകയാ. ദൈവത്തിന്റെ ദൂതന്മാർ മിനിസ്ട്രി ചെയ്യുന്ന ഒരു ശുശ്രൂഷ, അർത്ഥാൽ ഒരു ഏഞ്ചലിക് മിനിസ്ട്രി ഇന്ന് രാത്രി ഇവിടെ ഓപ്പൺ ആകട്ടെ. നീ ആ ഒരു മേഖലയിൽ ഒന്ന് കയറി വന്നേ. നിന്റെ ദേശം നിന്റെ പേരിൽ അറിയപ്പെടാൻ പോകുകയാ. തിരുവനന്തപുരത്താ ജനിച്ചതെന്ന് പറഞ്ഞ് നീ ഒന്നും പറയണ്ട. തിരുവനന്തപുരം ദേശം നിന്റെ പേരിൽ അറിയപ്പെടത്തക്കവണ്ണം രാജ്യവ്യാപകമായി ദൈവനാമത്തിന്റെ ശക്തി ഉയർത്താൻ ആ കേട്ടഴിക്കേണ്ടതിനായി ഇന്ന് രാത്രി നാലാമത്തെ സ്റ്റെപ്പിലേക്ക് ചാടിയിറങ്ങ്. ഞാൻ വ്യക്തമായി അറിയുന്നു, അങ്ങ് പുറകിൽ ചില അധികാരത്തിന്റെ ശുശ്രൂഷയുള്ളവർ ഇരിപ്പുണ്ട്, അഭിഷേകത്തിന്റെ മിനിസ്ട്രി ഉള്ളവർ ഇരിപ്പുണ്ട്, ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവർ ഇരിപ്പുണ്ട്, ദുരാത്മാക്കളുടെ മേൽ അധികാരമുള്ളവർ ഇരിപ്പുണ്ട്. ദൈവം എന്നെ വ്യക്തമായി വെളിപ്പാടിൽ കാണിക്കുന്നു. അങ്ങ് പുറകിലിരിക്കുന്ന ചിലർ ആത്മാവ് മൈറ്റിയായി ചിലതിനെ യൂസ് ചെയ്ത് ഈ തലമുറയിൽ ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ ദൈവം കണ്ടവർ അടങ്ങിയിരിക്കരുത്. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ ഫോക്കസ് ചെയ്യരുത്. അവരാരുമല്ല നിന്നെ വേലയ്ക്ക് വിളിച്ചത്. നിന്നെ വേലയ്ക്ക് വിളിച്ചവൻ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നുണ്ട്. അവൻ നിന്നെ തൊടുകയാ. കുതിര കുതിക്കുന്ന പോലെ കുതിച്ചാരാധിച്ചൊരു കാലമില്ലായിരുന്നോ? ആർക്കും നിന്നെ തടുക്കാൻ കഴിയാതെ അഭിഷേകം പ്രാപിച്ച ആദ്യത്തെ ദിവസങ്ങൾ ഇങ്ങനെയാണോ നീ ആരാധിച്ച് കൈയടിച്ച് കൈ പൊട്ടിയിട്ട് ആരാധന നിർത്താതെ ആത്മാവിൽ ചാടിത്തുള്ളിയ ഒരാളല്ലേ നീ? എന്താ നീ ഒതുങ്ങിപ്പോയത്? എവിടെയാ നിന്നെ ഒതുക്കിയത്? ആരാധിച്ച് കൈയടിച്ച് പൊട്ടിച്ച കയ്യ എവിടെ പോയാ ദൈവശക്തി? ഇന്ന് രാത്രി തിരിച്ചു പിടിക്കുക. നടന്ന് പ്രാർത്ഥിക്കേണ്ടവർ നടന്ന് പ്രാർത്ഥിച്ചോ. ഓടി നടന്ന് സ്തോത്രം ചെയ്യേണ്ടവർ ദൈവസന്നിധിയിൽ ആമേൻ ഏൽപ്പിച്ചു കൊടുത്തു. അഭിഷേകം പ്രാപിച്ച സമയത്ത് മുട്ടിലിരുന്ന് ആരാധിച്ച് മുട്ടിലിരുന്ന് നൃത്തം ചവിട്ടി മുട്ടി രണ്ടും പൊട്ടി ചോര വന്നത് ഓർമ്മയുണ്ടോ? ചാടിത്തുള്ളിയല്ലേ ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നത്? ആ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കൊന്ന് ആരാധിച്ച് എന്റെ അപ്പനെ സ്തുതിക്കാൻ പറ്റിയെന്നുള്ള ചിന്ത അകത്ത് വന്നില്ലേ? തൊണ്ട പൊട്ടി, തൊണ്ടയിൽ നിന്ന് ചോര വന്നു. ശബ്ദം അടച്ചപ്പോഴ് ഉള്ള ശബ്ദം കൊണ്ട് അലറി വിളിച്ച് ആരാധിച്ചില്ലേ? വിലപിക്കുന്ന രാത്രി ഇരമ്യാവിനോട് ചേർന്ന് പണ്ടത്തെ പോലെ ഒരു നല്ല കാല ഞങ്ങൾക്ക് തരണമേ. കുടയ മനയ രഗത രഗത രഗന തികന ആസ്തുര ജഗമന ഹദിരിക്ക് മനഗട രഗതല ബബദന. ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചവർ ഇതിൻ്റെ അകത്തില്ലേ? ഇന്ന് ആ മിനിസ്ട്രി വെളിപ്പെടാത്തത് കൊണ്ട് മനസ്സ് വേദനിക്കുന്നില്ലേ? നിന്നെ കാണുമ്പോൾ ഭൂതങ്ങൾ അലറി മാറിയൊരു സമയമില്ലേ? ഭൂതശാന്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം കെട്ടപ്പെട്ടവന്റെ അടുക്കിലേക്ക് ഓടിപ്പോയ കാലം ഓർമ്മയുണ്ടോ? ഇന്ന് നീ വീട്ടിലിരിക്കുന്ന അവസ്ഥയല്ലേ? പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുന്നു, സെക്കൻഡ് ടച്ച്, രണ്ടാമതൊരു സ്പർശന ഈ ഗ്രൗണ്ടിൽ ദൈവം അയക്കുകയാ.
അവൻ നിന്നെ തൊട്ടപ്പം നിനക്ക് ഇത്ര പ്രസ്റ്റീജ് ഇല്ലായിരുന്നു, ഇത്ര സ്റ്റാറ്റസ് ഇല്ലായിരുന്നു, ഇത്ര ഡീസൻസി നീ കീപ്പപ്പ് ചെയ്തില്ല. അന്ന് നിനക്ക് അവനായിരുന്നു വലുത്. തിരിച്ചു വാ, ബ്ലസ് കണ്ടല, തിരിച്ചു വാ. ആളിക്കത്തുന്ന ഒരു ദൈവപ്രവൃത്തിയായി ഗ്രൗണ്ട് മാറാൻ പോകുകയാ. ആളിക്കത്തുന്ന ഒരു ദൈവപ്രവൃത്തിയായി ഗ്രൗണ്ട് മാറാൻ പോകുകയാ. കണ്ണൊന്ന് അടച്ചുപോയ വെളിപ്പാട് കണ്ട് ദൈവത്തിന്റെ നാമത്തെ ശുശ്രൂഷിച്ച നിന്റെ വെളിപ്പാട് എവിടെ പോയി? മനുഷ്യരെ കാണാൻ തുടങ്ങിയതോടുകൂടെ ആഴമേറിയ വെളിപ്പാട് നഷ്ടപ്പെട്ടില്ലേ? പക്ഷെ നിന്നെ അങ്ങനെ അങ്ങ് വിടാൻ അവൻ തയ്യാറല്ല. ഇന്ന് രാത്രി ഒന്നുകൂടെ തൊടാൻ അവൻ ഇന്ന് രാത്രി മനസ്സ് വെക്കുകയാ. എന്നെ ഒന്നുകൂടെ തൊടണേ കർത്താവേ എന്ന് പറയാൻ എത്ര പേര് ഇതിന്റെ അകത്തുണ്ട്? ചങ്ങലെ പൂട്ടിയിട്ട് അവനെ പ്രാർത്ഥിച്ചഴിക്കാൻ നീ ഓടിപ്പോയൊരു സമയം ഓർമ്മയുണ്ടോ? നിന്നെ കണ്ടപ്പോഴെ ചങ്ങലയിൽ കിടന്നവൻ അലറി വിളിച്ചിളകിയത് ഓർമ്മയുണ്ടോ? രണ്ട് കൈയും കൂപ്പി ഞാൻ പൊക്കോളാമേ എന്ന് പറഞ്ഞു ദുരാത്മാവ് അലറി നിന്റെ മുമ്പിൽ തകർന്നു വീണ കാലം ഓർമ്മയുണ്ടോ? ഒരു തിരിച്ചുവരവിന് സമയം ബ്ലസ് കണ്ടലയിൽ ദൈവം തരികയാ. ആളിക്കത്തുന്നൊരു തീജ്വാല പോലെ നീ മാറാൻ പോകുകയാ. ആളിക്കത്തുന്നൊരു അഗ്നി പോലെ നീ മാറാൻ പോകുകയാ. ഇന്ന് രാത്രി തെക്കും പടക്കും നോക്കിയിരിക്കാതെ അപ്പാ എന്നെ നീ ഉപയോഗിക്കാൻ സമയമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അഭിഷേകം പോയെന്ന് പലരും പറഞ്ഞു, എൻ്റെ കൃപാവരം പോയെന്ന് പലരും പറഞ്ഞു. പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ അഭിഷേകം പോയിട്ടില്ല, എൻ്റെ മേലുള്ള ദൈവകൃപ നഷ്ടപ്പെട്ടിട്ടില്ല. അത് തെളിയാൻ പോകുകയാണെന്ന് ഉറപ്പിക്കുന്ന ദൈവമക്കൾ ഒന്ന് കുതിച്ചുയർന്നേ, ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കേ, ദൈവസന്നിധിയിൽ സ്തുതിച്ചേ. ഇല്ല വേലക്കാരെ, നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകം ശക്തമാണ്. ഒറീസയിലും ഛത്തീസ്ഗഡിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ബംഗാളിലും ആന്ധ്രയിലും കർണാടകയിലും കേരളത്തിലും നിങ്ങളുടെ മേൽ ഏൽപ്പിച്ച അഭിഷേകം അല്ല, നമ്മുടെ മേൽ ഏൽപ്പിച്ച അഭിഷേകം. അത് തന്നെ ദൈവം വീണ്ടും പകരുമെന്ന് പറയാൻ ഞാൻ ആളല്ല. അതിൻ്റെ ഡബിൾ പോർഷൻ പകരാൻ പോകുകയാണെന്ന് പറയാൻ എൻ്റെ ആത്മാവ് എന്നെ നിർബന്ധിക്കുകയാ. അത് തന്നെ പകരുമെന്നല്ല ഇന്ന് രാത്രി ഈ കണ്ടല മീറ്റിംഗിന്റെ ഡിക്ലറേഷൻ. ഡബിൾ പോർഷൻ അങ്ങനെ പകർന്നാൽ ഞാനത് സ്വീകരിക്കാമെന്ന് എത്ര പേർ പറയാ? ഞാനത് സ്വീകരിച്ചോളാമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയാ? നിന്റെ അടുത്തിരിക്കുന്നവരോട് ചോദിച്ചിട്ടല്ലെന്ന് രാത്രി നിന്നെ ദൈവം തൊടാൻ പോകുന്നേ. നിന്റെ സഭക്കാരോട് ചോദിച്ചിട്ടല്ലെന്ന് രാത്രി നിന്നെ ദൈവം അനോയിന്റ് ചെയ്യാൻ പോകുന്നേ. സഭയിലെ കമ്മിറ്റിയോട് ചോദിച്ചിട്ടല്ല ദൈവം നിന്നെ അനോയിന്റ് ചെയ്യാൻ പോകുന്നേ. അവൻ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നീ വില്ലിങ് ആണെങ്കിൽ ചിലതിനെയൊക്കെ എഴുതി തള്ളാൻ പിശാച് പദ്ധതിയിട്ടു, ചിലതിനെയൊക്കെ എഴുതി തള്ളാൻ മനുഷ്യൻ പദ്ധതിയിട്ടു. പക്ഷേ അതിന്റെ നടുവിൽ ഇന്ന് രാത്രി ബ്ലസ് കണ്ടല ഇവിടെ സമാപന രാത്രി ആത്മാവ് പറയുന്നു, എഴുതി തള്ളാൻ വരട്ടെ, എഴുതി തള്ളാൻ വരട്ടെ, എഴുതി തള്ളാൻ വരട്ടെ. അവന്റെ മേൽ പകർന്ന, ആ മകന്റെ മേൽ പകർന്ന ശുശ്രൂഷയുടെ അഭിഷേക അതിശക്തിയോടെ അണക്കെട്ടിന് വിള്ളൽ വീഴുമ്പോൾ വെള്ളം ചാടി പുറപ്പെടുന്നത് പോലെ ആരോ പറഞ്ഞ വാക്ക് കേട്ട് നിന്റെ മനസ്സ് മടുത്തു. വാക്കുകൊണ്ട് കെട്ടിയതിനെ ഇന്ന് രാത്രി വാക്കുകൊണ്ട് അഴിക്കുകയാണ്. പറഞ്ഞു കെട്ടിയതിനെ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞഴിക്കുകയാണ്. പറഞ്ഞുകൊണ്ട് മുറിവേൽപ്പിച്ചതിനെ എൻ്റെ ആത്മാവിൻ്റെ വാക്കുകൊണ്ട് എണ്ണയും വീഞ്ഞും പകർന്ന് സൗഖ്യമാക്കുകയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആത്മാവിൽ കുതിക്കാൻ മനസ്സുണ്ട്?
തല കുനിച്ചു പോകുന്ന കഴുതയെ പോലെ പോകാനല്ല തമ്പുരാൻ തന്റെ പുത്രനെ കാൽവറിയിൽ തകർത്തത്. ഒരു കാലത്ത് നീ കഴുതയെ പോലെ തലകുനിച്ചവനാണ്, ഞാൻ ഒരു കാലത്ത് അടിമയെ പോലെ തലകുനിച്ചവനാണ്. പക്ഷെ എന്റെ പുറത്ത് വാഹനമേറാൻ ഒരുവൻ മനസ്സ് വെച്ചതിനാൽ പടയ്ക്ക് പുറപ്പെടുന്ന പടക്കുതിരയെ പോലെ ഇന്ന് രാത്രി തല ഉയർത്തി കുതിക്കുക. ചില സഹോദരിമാരെ അനോയിന്റ് ചെയ്യാൻ പോകുന്നയോ, ഒത്തിരി വേലക്കാർ നിന്റെ അകത്ത് കയറി നിന്നു. വേലക്കാർ, ശിഷ്യമാർ, ഇന്ന് രാത്രി അവന്റെ അഭിഷേകത്തെ സ്വീകരിച്ചു കൊള്ളുക. നിന്റെ മേലൊരു മിനിസ്റ്റർ ദൈവം പകർന്നിട്ടുണ്ട്. പ്രവചനവരം ദൈവം നിന്റെ മേൽ ഏൽപ്പിച്ചതാ. വെളിപ്പാടിന്റെ വരം ദൈവം നിന്റെ മേൽ ഏൽപ്പിച്ചതാ. ശക്തിയുടെ വരം ദൈവം നിന്റെ മേൽ ഏൽപ്പിച്ചതാ. എവിടെ പോയി ദൈവം ഏൽപ്പിച്ച വരങ്ങൾ? ഇന്ന് രാത്രി വരങ്ങൾ ജ്വലിക്കണം. എന്റെ മകനെ തിമോത്തിയോസേ, എന്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിക്കണം. ഇന്ന് രാത്രി ഉപവസിച്ച് വന്നവർ ഇതിൻ്റെ അകത്തുണ്ട്. ഉപവാസത്തോടെ യോഗത്തിൽ വന്നവരുണ്ട് കേട്ടോ. കരഞ്ഞുകൊണ്ട് യോഗത്തിൽ ഇരിക്കുന്നവരുണ്ട്. നിന്റെ ഉപവാസവും കണ്ണുനീരും ഒന്നും ഭൗതിക നന്മയ്ക്കല്ല, പണം ഉണ്ടാക്കാനല്ല, കാർ വാങ്ങാനല്ല, ഒരു വലിയ മിനിസ്ട്രിക്ക് വേണ്ടി. കപ്പൽ തകരരുതെന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കരുത്. കാറ്റാണോ? കപ്പൽ തകർന്നെന്ന് വരും, പക്ഷെ നീ തകരുകയില്ല. പാമ്പ് കൊത്തുമ്പോൾ കാറ്റല്ലെന്ന് നീ വിചാരിക്കരുത്. കാറ്റാണ്, അതുകൊണ്ടാ പാമ്പ് കൊത്തിയേ. കാറ്റായതുകൊണ്ടാ പാമ്പ് കൊത്തിയേ. പക്ഷെ നീ മരിക്കുകയില്ല. നീ ആ നാട് വിടുന്നതിന് മുമ്പ് ആ നാടുമായിട്ടേ നീ പോരുകയുള്ളൂ. നീ മിനിസ്റ്റർ ചെയ്യുന്ന നിന്റെ ദേശം നിന്റെ പ്രോമിസ് ലാൻഡാണ്, നിന്റെ വാഗ്ദത്ത നാടാണ്. ആ നാട്ടിൽ നിന്നെ ഉറപ്പിക്കാതിരിക്കുന്ന 7 ശക്തികൾ, കനാന്യരും, ഹിത്യരും, ഹിവ്യരും, ഗിർഗസ്യരും, യബൂസ്യരും, അമോന്യരും, നീ ഭയപ്പെടണ്ട. ആ നാട്ടിലെ അണലി തകരും. നീ അവിടെ ചെന്നാൽ തീ പുറപ്പെടും. ചൂട് സഹിക്കാതെ അത് പുറത്തു വരും. അതിന് സഹിക്കാൻ വയ്യാത്ത ചൂടിൽ തന്നെ അത് വെന്തുപോകും. ആ നാട്ടിലെ പുബ്ലിയോസ് വിടിവിക്കപ്പെടും. മെലീത്ത ദൈവത്തിന് സ്വന്തമാകും. കാറ്റിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ഒറ്റ വരിയും കൂടി ഒന്ന് കോറിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ യോഗം തീരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അത്ര മാത്രം ദൈവകൃപ ഈ ഗ്രൗണ്ടിൽ ജ്വലിക്കുന്നുണ്ട്. അതുമാത്രമല്ല, കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നത് പോലെ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറേ നാളായ ദൈവമക്കൾ ഈ ഗ്രൗണ്ടിൽ വന്നിരിപ്പുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകാതെ പോകില്ല. പ്രസംഗകർക്ക് പ്രസംഗിച്ച് ബലിപ്പിക്കാനുള്ള വേദിയല്ല ബ്ലസ് കണ്ടല. ബ്ലസ് കണ്ടലയുടെ മുഖച്ഛായ മാറുകയാ. അർത്ഥാൽ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങുന്നൊരു മീറ്റിംഗായി മീറ്റിംഗ് മാറാൻ പോകുകയാ. വാര്യാപുരം യോനാച്ചാന്റെ സഹോദരൻ ഛത്തീസ്ഗഡിൽ ഭിലായിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വീടിൻ്റെ മുകളിൽ കത്തിയിറങ്ങിയ അഗ്നി ബ്ലസ് കണ്ടലയിൽ ഇറങ്ങിയേ പറ്റുകയുള്ളൂ. ഇംഗ്ലണ്ടിൽ വെയിൽസിൽ യുവാൻ റോബർട്ട്സ് പ്രാർത്ഥിച്ച മോറിയ സ്കൂളിൻ്റെ മുകളിൽ കത്തിച്ചൊലിച്ച ആത്മാവിൻ്റെ അഗ്നി ബ്ലസ് കണ്ടലയിൽ കത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു നാൾ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്കൊരു ഹല്ലേലൂയ പറയാൻ കഴിയും? ഞാൻ പ്രവചിക്കട്ടെ. ചിലരെ ദൈവം നിലനിർത്തിയേക്കുന്നത് എന്തിനാണെന്നറിയാമോ? പരിശുദ്ധാത്മാവുണ്ടെന്ന് തെളിയിക്കാൻ. ഒരു വേദിയിലും പറയാത്തൊരു വരി ഞാനങ്ങ് പറയുക. പരിശുദ്ധാത്മാവുണ്ടെന്ന് തെളിയിക്കാൻ നിന്നെ മാറ്റിവെച്ചിരിക്കുക ദൈവം. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ചിലരോടുള്ള പ്രവചനമായത്. പരിശുദ്ധാത്മാവുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ദൈവം നിന്നെ ഈ മാറ്റിവെച്ചിരിക്കുക. പരിശുദ്ധാത്മാവുണ്ടെന്ന് തെളിയിക്കാൻ നിനക്ക് തെളിയിക്കാൻ പറ്റും. നിന്റെ മിനിസ്ട്രിയിൽ അത് തെളിയും. അതിന് ദൈവം എന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ.
എത്ര നാൾ കൊണ്ടാ എഫെസോസിലെത്തിയെന്ന് എനിക്കറിയില്ല. കിട്ടിയ കത്ത് പൊട്ടിച്ചു വായിച്ചു. നിജപുത്രനാകുന്ന തിമോത്തിയോസിന് പൗലോസ് എഴുതുന്നു, ആ വിശ്വാസം നിന്റെ വലിയ മലോവീസിലും നിന്റെ അമ്മ യൂനിക്കയിലും നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈടുറ്റ കുറേ വരികൾ, രണ്ട് കൈയിൽ ചങ്ങല കിടക്കെ താൻ ഉറപ്പിക്കുകയാണ്, എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിച്ചേക്കണം. പറയുവാമേ, ശബ്ദമുയർത്തിയാമേ. എന്തൊരു ലീഡർഷിപ്പാണ്. കാരാഗ്രഹത്തിലാണ് കിടക്കുന്നെങ്കിലും തിമോത്തിയോസിൻ്റെ വരത്തെക്കുറിച്ചുള്ള ബോധം. ഞാൻ പ്ലസ് കണ്ടല്ലോ ഇവിടെ സ്റ്റേജിൽ ഡിക്ലെയർ ചെയ്യുക, കൃപാവര ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. തിമോത്തിയോസേ, നീ ഇന്ന് പ്രായം ചെന്നൊരു വലിയ മൂപ്പനായി, ഒത്തിരി വേലക്കാർക്ക് മീതെ ബിഷപ്പായി നീ അവരോധിക്കപ്പെട്ടിരിക്കുക. പക്ഷെ എനിക്ക് നിന്നോട് പറയാനുള്ളൊരു ദൂത്, എത്ര വയസ്സ് ചെന്നാലും എത്ര വർഷം മിനിസ്ട്രിയുടെ സീനിയോറിറ്റി ഉണ്ടെങ്കിലും വരം വിട്ടൊരു ശുശ്രൂഷ ചെയ്യരുത്. എത്ര പേർക്കത് സമ്മതിക്കാൻ പറ്റും? അത് എന്നോടുള്ള ദൂതാണെന്ന് വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? 1, 2, 3 കത്തിൻ്റെ 3 ഭാഗങ്ങൾ, 3 ചാപ്റ്ററുകൾ ഈസി ആയിട്ട് വായിച്ചു വിട്ടു. 4ാമത്തെ ഭാഗം അങ്ങനെ അങ്ങ് ഈസി അല്ല വായിക്കാൻ. വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ കണ്ണ് നിറയാൻ തുടങ്ങും. നമ്മുടെ അല്ല, തിമോത്തിയോസിൻ്റെ. ഫ്രൈസ് ഗോഡ്. കണ്ടമിടറും നമ്മുടെ അല്ല, തിമോത്തിയോസിൻ്റെ. കാലുകൾ ഒന്ന് ഓടിത്തുടങ്ങാനുള്ള വ്യഗ്രതയിലെത്തും. കാരണം ഞാനോ ഇപ്പോൾ പാനീയയാഗമായി ഒഴിക്കപ്പെടുകയാണ്. എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. പാനീയ ബലിയായി ഈർച്ചവാൾ കൊണ്ട് അറുക്കപ്പെടാൻ ഒരു ക്രിസ്തു ഭടൻ ഏൽപ്പിക്കുന്നു എന്നൊരു വാർത്ത വേലക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊടിപ്പിക്കുന്നതാണ്. വേലക്കാരെ തിരിച്ചറിയാൻ പറ്റും. തൻ്റെ മരണത്തെക്കുറിച്ച് അഡ്വാൻസായി തനിക്ക് അറിവ് കിട്ടി. ഏത് ഭക്തനും അങ്ങനെയാണ്, അറിവ് കിട്ടും. പ്രൈസ് ഗോഡ്. രക്തം ചിന്തി മരിക്കുകയാ. രക്തം ചിന്താൻ വേണ്ടി ശുശ്രൂഷ ഏറ്റ പുള്ളി അഗ്രിപ്പാവിനെ പേടിക്കുവോ? രക്തം ചിന്താൻ വേണ്ടി വിളിക്കപ്പെട്ട പുള്ളി ഫെലിക്സിനെ പേടിക്കുവോ? പറഞ്ഞേ ആമേ. രക്തം ചിന്താൻ തയ്യാറുള്ള പുള്ളി അണലിയെ പേടിക്കുവോ? ഈ മാർഗം ജീവിക്കാൻ ഇറങ്ങിയ മാർഗമല്ല, മരിക്കാൻ ഇറങ്ങിയ മാർഗമാണ്. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും പറ്റാതിരുന്നത് കൊണ്ടല്ലേ ഓസ്ട്രേലിയയിൽ നിന്നൊരു ഗ്രഹാം സ്റ്റെയിൻസിനെ ഇന്ത്യക്ക് കടമെടുക്കേണ്ടതായി വന്നേ. ഇനി ആ ഗതികേടുണ്ടാകരുത്. ജീവനെങ്കിൽ ജീവൻ വെച്ച് ഭാരതത്തിൽ കർത്തൃസേവ ചെയ്യാൻ ദൈവത്തിൻ്റെ വിളിയുള്ള ഒരാൾ ഇതിൻ്റെ അകത്തിരിപ്പുണ്ടെങ്കിൽ ചാടിത്തുള്ളി സ്തുതിച്ചോണം ദൈവത്തെ. അതിലപ്പുറത്തൊരു ഭാഗ്യം ഈ ഭൂമിയിൽ വേറെയില്ല. ലക്ഷക്കണക്കിന് ഭക്തന്മാർ രക്തസാക്ഷിത്വം വരിച്ചതിൻ്റെ ശക്തിയാ ദൈവസഭയുടെ കുതിപ്പെന്ന് പറയുന്നത്. ജീവിക്കുന്ന രക്തസാക്ഷികൾ എന്ന പേരിൽ റിച്ചാർഡ് വൂംബ്രാൻഡ് എഴുതിയൊരു പുസ്തകമുണ്ട്. മലയാളത്തിൽ എൻ്റെ വിവർത്തനമുണ്ട്. റുമേനിയൻ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് തന്നെയും തൻ്റെ ഭാര്യയെയും ജയിലിലടച്ചപ്പോൾ 2 സെല്ലുകളിലായി ഭർത്താവും ഭാര്യയും. ഭാര്യയെ ഉപദ്രവിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഭർത്താവിനറിയാം ഭാര്യ മരിച്ചിട്ടില്ല. റിച്ചാർഡ് വൂംബ്രാൻഡിനെ ഉപദ്രവിക്കുമ്പോൾ തൻ്റെ ശരീരത്തിലെ തൊലി ജീവനോടെ അവർ ഉരിയുകയായിരുന്നു. ഹലറി വിളിക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ ഭാര്യയ്ക്കറിയാം എൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ല. പ്രിയരെ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് മുഖം വാടുന്നവർക്കുള്ളതല്ല ഇന്ന് രാത്രിയിലെ ഈ ദൂത്. ആരോ കൈ തന്നില്ലെന്നും പറഞ്ഞ് ശാപമാറുന്നവർക്കുള്ളതല്ല ഇന്ന് രാത്രിയിലെ ഈ ദൂത്. പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ മനസ്സോടെ എന്നെ കുത്തിയെന്നും പറഞ്ഞ് അടുത്ത ഡിനോമിനേഷനിലോട്ട് പോകുന്ന അച്ചാച്ചനുള്ളതല്ല ഇന്ന് രാത്രിയിലെ ഈ ദൂത്. മുള്ളിന്റെ മുകളിൽ നിന്നാലും മുഖം വാടാത്തവർക്കുള്ളതാ ഇന്ന് രാത്രിയിലെ ഈ സന്ദേശം. ഒരു സഭാ ശുശ്രൂഷകനെ അന്ന് അറസ്റ്റ് ചെയ്തു. ഒത്തിരി ദൈവദാസന്മാരെ, ഒത്തിരി കർത്തൃഭൃത്യന്മാരെ അറസ്റ്റ് ചെയ്തു. ജയില് ക്രിസ്ത്യാനിയെ കൊണ്ട് നിറച്ചു. അതിൽ ഫ്ലോറൻസ് കാ എന്നു പേരുള്ള ഒരു ദൈവ മനുഷ്യനുണ്ട്, ഒരു സഭാ ശുശ്രൂഷകൻ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അവർ മർദ്ദിച്ചു, ഉപദ്രവിച്ചു. പറഞ്ഞു, എവിടെയാ നിന്റെ സഭയിലെ വിശ്വാസി? പറ, എവിടെ ഒളിച്ചിരുന്നാലും ഞങ്ങൾ പിടിക്കും, പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇല്ല സാറേ, എൻ്റെ വിശ്വാസിയെ കാണിച്ചു കൊടുക്കുന്നതും എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതും ഒരുപോലെയാണ്. ഐസ് നിറഞ്ഞിരിക്കുന്ന ഒരു വലിയ മുറിക്കകത്തേക്ക് കൊണ്ടുചെന്ന് തലകീഴായി കെട്ടിത്തൂക്കിയിട്ട് വാതിൽ വലിച്ചടച്ചു. തണുത്ത് വിറച്ചുകൊണ്ട് പെടയുന്ന ദൈവദാസനെ മനസ്സിൽ കണ്ടേ
ഒരു ഹോളിൽ കൂടി ഡോക്ടേഴ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിറച്ച് മരവിച്ച് നിശ്ചലമായി. ഡോക്ടേഴ്സ് പറഞ്ഞു, ഡോറ് തുറക്ക്, പുറത്തെടുക്ക്, മരിക്കും. വസ്ത്രം വെയിലത്തുണങ്ങാനിടുന്നത് പോലെ ആ ദൈവ മനുഷ്യനെ വെയിലത്തുണങ്ങാനിട്ടു. വെയിലടിച്ച് തണുപ്പ് മാറി, കരങ്ങൾ ചലിക്കാൻ തുടങ്ങി, കണ്ണു തുറന്നു. പട്ടാളക്കാർ ചോദിച്ചു, പറ, നിന്റെ വിശ്വാസി എവിടെയാ? അവിടെ കിടന്നുകൊണ്ട് താൻ പറഞ്ഞു, ഞാൻ പറയില്ല. എൻ്റെ വിശ്വാസിയെ കാണിച്ചു കൊടുക്കുന്നതും എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതും ഒരുപോലെയാ. പിന്നെ അവർ ഉപദ്രവിച്ചു, തലകീഴായി കെട്ടിത്തൂക്കി ഐസ് നിറഞ്ഞിരിക്കുന്ന മുറിയിലിട്ടു. പിടച്ചു വിറച്ച് അവസാനം നിശ്ചലമായി. വാതിൽ തുറന്നു, പുറത്ത് വെയിൽ തുടങ്ങാനിട്ടു. കണ്ണു തുറന്നപ്പോൾ അവർ ചോദിച്ചു, പറ, എവിടെയാ നിന്റെ വിശ്വാസി? താൻ പറഞ്ഞു, ഞാൻ പറയില്ല. അവസാനം തൻ്റെ ഏകജാതനാകുന്ന 14 വയസ്സ് പ്രായമുള്ള അലക്സാണ്ടർ എന്ന പേരുള്ള 14-കാരനെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തി, പറഞ്ഞില്ലെങ്കിൽ നിന്റെ മകനെ ഞങ്ങൾ തല്ലിക്കൊല്ലും. തല മുതൽ പാദം വരെ പട്ടാളക്കാർ മുഴുവൻ മപ്പറയും ഇപ്പറയും നിന്ന് തല്ലി ദേഹം പൊട്ടി ചോരയൊഴുകി. അലറിക്കരയുന്ന മകന്റെ കരച്ചിൽ കേട്ടാൽ ഏതപ്പൻ്റെയും ചങ്കു പൊട്ടും. പട്ടാളക്കാർ ചോദിച്ചു, പറ, എവിടെയാ നിന്റെ വിശ്വാസി? താൻ പറഞ്ഞു, നോ, ഞാൻ പറയില്ല. എൻ്റെ യേശുവിനെ ഒറ്റാൻ ഞാൻ തയ്യാറല്ല. അവസാനം അക്കാബാലികന്മാർ നിർദാശന്യം ആ അലക്സാണ്ടർ എന്ന 14 വയസ്സുള്ള കുഞ്ഞിനെ തല്ലിച്ചതച്ചു. ദേഹം മുഴുവൻ പൊട്ടി ചോരയിൽ കിടന്നുരുളുന്നത് കണ്ടപ്പോൾ അപ്പന്റെ ഹൃദയം ഉരുകിപ്പോയി. അപ്പൻ അവനോട് പറഞ്ഞു, സാറേ, തല്ലരുത് എൻ്റെ മകനെ, എനിക്കൊറ്റ കുഞ്ഞേ ഉള്ളൂ, ഞാൻ പറയാം എൻ്റെ വിശ്വാസി എവിടെയാ, എൻ്റെ കുഞ്ഞിനെ തല്ലരുത്. അപ്പൻ ഇത് പറഞ്ഞപ്പോൾ ചോരയിൽ കിടന്ന് പെടയുന്ന 14-കാരൻ ചാടി എഴുന്നേറ്റു. ചോര തുപ്പിക്കൊണ്ട് താൻ അലറി, ഡാഡി, നോ, തള്ളി പറയരുത്. തള്ളി പറഞ്ഞ അപ്പന്റെ മകനായി ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ചിരിച്ചോണ്ട് മരിച്ചോളാം. അടുത്ത വരി, ഞാൻ സ്തുതിച്ചോണ്ട് മരിച്ചോളാം. ഡാഡി, അവനെ തള്ളി പറയരുത്. ഇന്ന് രാത്രി വേണ്ടതേ ഇങ്ങനെ ഒരു 14-കാരനെ, ഇങ്ങനെ ഒരു 14-കാരിയെ ഇന്ന് ഇവിടെ വേണ്ടേ. ഇങ്ങനെ ഒരു 20-കാരനെ ഇവിടെ വേണം വേലയ്ക്ക്. ഇന്ന് പകൽ ഈ രാത്രി ഒരു 25-കാരനെ ഇതുപോലെ ദൈവത്തിന് വേണം. എന്തിനാ? വേലയ്ക്ക്. യൗവനക്കാരെ ആത്മാവ് ചാലഞ്ച് ചെയ്യുക. നീ വേലയ്ക്കുള്ളതാണെങ്കിൽ ഇന്ന് രാത്രി കൈ കൊടുത്തിട്ടേ പോകാവൂ. അതും ഇതും പറഞ്ഞ് സമയം കളയരുത്. നിന്നെ കർത്താവ് വേലയ്ക്ക് വിളിക്കുക. ബ്ലസ് കണ്ടലിയുടെ സമാപന രാത്രി ഒരു സ്തോത്ര കാഴ്ചയും കൂടി നടക്കാൻ പോവാ. അതിന് കറൻസി അല്ല ഇടണ്ടേ, നിന്റെ കുഞ്ഞുങ്ങളിൽ ഒന്നിനെ ഇന്ന് രാത്രി സ്തോത്ര കാഴ്ച ഇട്ടേച്ച് നീ പോയാൽ മതി. നിന്റെ തലമുറയിൽ ഒന്നിനെ ദൈവവേലയ്ക്ക് വേണ്ടി ഓഫറിങ് ഇട്ടിട്ട് നീ പോകാവൂ. അമ്മമാരെ, ഒരു കുഞ്ഞിനെ ഈ പ്രപഞ്ചത്തിന് കൈമാറാൻ വേദനപ്പെട്ട് ആ ലേബർ റൂമിൽ കിടക്കുമ്പോൾ നിന്റെ ഉദരത്തിൽ കൈവച്ച് നീ ദൈവത്തോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഊനമില്ലാതെ തരാങ്കി ഞാൻ നിനക്ക് തന്നേക്കാം കർത്താവേ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞ നിനക്ക് കൈവെള്ളയിൽ തന്നില്ലേ ഊനമില്ലാതെ? ദൈവത്തോട് നീ പറഞ്ഞത് ദൈവം കേട്ടു. ഇന്ന് രാത്രി നീ ദൈവത്തോട് പറഞ്ഞത് നീ അനുസരിച്ചോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി വെച്ച് നീ ഊനമില്ലാത്തതിനെ ദൈവത്തിന് അവന്റെ വേലയ്ക്ക് വേണ്ടി വേലയ്ക്ക് വിളിയുള്ള ഒത്തിരി പേര് ഇതിൻ്റെ അകത്തുണ്ട്. എല്ലാം ക്രമീകരിച്ചതിന് ശേഷം നിനക്ക് വേല ചെയ്യാൻ പറ്റത്തില്ല. നീ ഇറങ്ങ്, ചെയ്യാനവൻ വിശ്വസ്തനാണ്. ഞാൻ മാതാപിതാക്കന്മാരെ ചാലഞ്ച് ചെയ്യുക. 2 എണ്ണത്തെ ദൈവം നിനക്ക് തന്നെങ്കിൽ ഒന്നിനെ നീ എടുത്തിട്ട് ഒന്നിനെ കർത്താവിന് കൊടുക്കാൻ തൻ്റെ ഇടമുള്ള അപ്പനമ്മമാർ കരം ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ തലമുറയിൽ ഒന്നിനെ ഇന്ന് രാത്രി ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്ന അപ്പനമ്മമാർ മാത്രം ഇന്ന് രാത്രി ഒന്ന് കര ഉയർത്തി അവിടെ പിടിച്ചാട്ട്. ആരും നിങ്ങളെ കാണുന്നില്ല, പക്ഷെ നിങ്ങളെ കാണുന്ന ഒരുവൻ ഈ രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. ആരും നിങ്ങളെ ദർശിക്കുന്നില്ല, പക്ഷെ നിങ്ങളെ ദർശിക്കുന്ന ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. തലമുറയിൽ ഒന്നിനെ ഞാൻ വെച്ച് നീട്ടുക. കർത്താവേ, പിശാചേ കാണ്. വംശനാശം വരാത്ത ഒരു പ്രസ്ഥാനം ഭൂമിയിലുണ്ടെങ്കിൽ അത് സഭയാണ്. വാടകയ്ക്കല്ല വേലക്കാരെ ദൈവസഭ എടുക്കുന്നത്. വീട്ടിൻ്റെ അകത്തു നിന്ന് തന്നെ വേലക്കാർ പുറത്തു വരുന്നത് അറിഞ്ഞുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തിന് അല്ല. കർത്താവിൻ്റെ വേലയ്ക്കൊരു വിളി അകത്തുണ്ടെങ്കിൽ
ഇന്ന് രാത്രി ഞാൻ ആ വേലയ്ക്ക് എന്നെ സമർപ്പിക്കുന്നെന്ന് പറയാൻ പറ്റുന്നവരെന്ന് കൈ ഉയർത്തിപ്പിടിച്ചേ. എനിക്ക് അവരെ ഒന്ന് കാണണം പാസ്റ്റർ. എനിക്കൊരു വേലയ്ക്കൊരു വിളിയുണ്ട് കേട്ടോ. ആ വിളിക്ക് ഞാൻ എന്നെ അങ്ങ് സമർപ്പിക്കുക, എന്തും വരട്ടെ. ആ കൈ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചേ. ഓട്ടക്കോളൊക്കെ സത്യത്തിൽ അവസാനമാണ്, പക്ഷെ ഇപ്പം ഇങ്ങനെയാണ്, കാരണം കാറ്റ് കൊണ്ടുപോവുക. ആ കൈ പിശാച് കാണുന്നുണ്ട് കേട്ടോ, ആ കൈ തമ്പുരാൻ കാണുന്നുണ്ട് കേട്ടോ. നരകം വിറയ്ക്കും ഇന്ന് രാത്രി. കാരണം ഇത്രയും പ്രിയപ്പെട്ടവർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കര ഉയർത്തിപ്പിടിച്ചിരിക്കുന്നൊരു യോഗമേ. ആ കര ഉയർത്തിയവരെല്ലാം അതാത് സ്ഥലത്തൊന്ന് എഴുന്നേറ്റ് നിന്നേ. അതാത് സ്ഥലത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ ഇനി അടുത്ത ദൂത് ഇവിടെ പറയുന്നുള്ളൂ. അതാത് സ്ഥലത്ത് നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നേ. ബാക്കിയുള്ളവരെല്ലാം ഇവരെ ഒന്ന് നോക്കിക്കേ. പെന്തക്കോസ്തുകാർക്ക് ഇടം വരെ നോക്കാനുള്ള കൃപയുണ്ടല്ലോ, ഒന്ന് നോക്കിക്കേ. ഇത്രയും പേരാണ് ബ്ലസ് കണ്ടലയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അവരുടെ ഒപ്പം ഞാനും നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവരെന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നറിയാമോ? രോഗസൗഖ്യത്തിനല്ല, കടം മാറാനല്ല, കർത്താവിൻ്റെ വേലയ്ക്കാണ്. പറയുവാമേ. കടം മാറാനല്ല, കാറ് മേടിക്കാനല്ല, കർത്താവിൻ്റെ വേലയ്ക്കാണ്. നിങ്ങൾ ചോദിക്കും, സാംപാസ്റ്ററെ നൂറുകണക്കിന് പേര് എഴുന്നേറ്റ് നിൽപ്പുണ്ട്, ഇതിനാര് വേല ചെയ്യും സാംപാസ്റ്ററെ? സത്യവാ. ഇതുപോലെ എൻ്റെ 14ാമത്തെ വയസ്സിൽ ഞാനൊന്ന് എഴുന്നേറ്റ് നിന്നതാ. എൻ്റെ അപ്പൻ എന്നെ കാണാതെ പോയില്ല. അതുകൊണ്ട് ഞാൻ ഗ്യാരണ്ടി തരാം, ഈ ബ്ലസ് കണ്ടല മീറ്റിങ്ങിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സകലരെയും തമ്പുരാൻ തെരഞ്ഞു പിടിച്ചൊന്ന് തൊടാൻ പോകുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ മാത്രമല്ല, വേദിയിലുള്ള ദൈവദാസന്മാർ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ അടുത്ത ദൂത് കേട്ടിട്ടാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. എഴുന്നേറ്റ് നിന്നവരെല്ലാം മുമ്പിലേക്ക് ഓടി വന്നേ, എന്നിട്ട് ഞാൻ അടുത്ത ദൂത് പറയാം. എഴുന്നേറ്റ് നിന്നവരെല്ലാം മുമ്പിലേക്ക് ഓടി വന്നേ, ഏറ്റവും ഫ്രണ്ടിലേക്കൊന്ന് വന്നേ. എന്നിട്ട് നിങ്ങൾ ഓർത്തു വെക്കാനുള്ളൊരു മെസ്സേജ്, ഒരു ദൂത് അടിവരയിട്ട് ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ പോകുകയാണ്. എന്തിനാണ് നിങ്ങളെ മുമ്പോട്ട് വിളിച്ചിട്ടത് പറയുന്നതെന്നറിയാമോ? പിശാച് വിറയ്ക്കുന്നൊരു മെസ്സേജ് പറയാൻ വേണ്ടിയാ. ഭാരതത്തിൻ്റെ ഉണർവ് ഈ കണ്ടലദേശത്തു നിന്ന് പകരാൻ തമ്പുരാൻ വിശ്വസ്തനാണ്. ഭാരതത്തിൻ്റെ ഉണർവ് ഇവിടെ നിന്ന് പൊട്ടി മുളയ്ക്കുമെന്ന് പറയാൻ എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയും? അസരിയ മഹറ ബഹദജനക സംതരാധന. സാറേ, ചില മീറ്റിങ്ങിലൊക്കെ ആവർത്തിച്ച് മുമ്പോട്ട് വിളിച്ചാൽ ഒരാൾ വരാറില്ല. ഇവിടെ യോഗം തീരുന്നതിന് മുമ്പ് വിളിച്ചിട്ട് ഇത്രയും പേര് ഇവിടെ ഓടി വന്ന് നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? പിശാചെ നീ കാണു, പിശാചെ ഒരു സൈന്യം ഇതിൻ്റെ അകത്തുനിന്ന് എഴുന്നേക്കാൻ പോകുകയാ. ഒരു സൈന്യം ഇതിൻ്റെ അകത്തുനിന്ന് എഴുന്നേക്കാൻ പോകുകയാ. അസ്ഥി അസ്ഥിയോട് ചേരും, ഞരമ്പ് വരും, മാംസം വരും, ത്വക്ക് വരും, ഒടുവിൽ ശ്വാസം വരും. ശ്വാസം വരും, ശ്വാസം വരും, ശ്വാസം വരും. ശ്വാസം വരും. ഒരു സൈന്യം ബ്ലസ് കണ്ടലയിൽ നിന്ന് എഴുന്നേൽക്കും. ഒരു സൈന്യം എഴുന്നേൽക്കും. അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ല. വാളിന്റെ വായ്ത്തലയ്ക്ക് മടങ്ങാത്തൊരു സൈന്യം. നിന്നെ നോക്കി പലരും ചോദിക്കും, കുതിരയ്ക്ക് നീയാണോ ശക്തി കൊടുത്തേ? അതിന്റെ കഴുത്തിന് നീയാണോ കുഞ്ചിരോമം അണിയിച്ചേ? പടയെയും പടനായകന്റെ മുഴക്കത്തെയും ദൂരവേ നിന്ന് ഗ്രഹിക്കുന്ന പടകുതിര. ദൈവം ഉപയോഗിക്കാൻ പോവാ, ദൈവം ഉപയോഗിക്കാൻ പോകുകയാ, ദൈവം യൂസ് ചെയ്യാൻ പോകുകയാ. ആ കൈക്കുഞ്ഞിനെ എടുത്ത് ആരാധിക്കുന്ന മാതാവിനായി സ്തോത്ര. ആ കുഞ്ഞിനെ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്തേ യേശുവിന്റെ നാമത്തിൽ. ഒരു കൈക്കുഞ്ഞിനെ എടുത്തോണ്ട് ചാടിത്തുള്ളണമെങ്കിൽ ആ അമ്മയുടെ അകത്തെ ആവലത്ര വലുതാണ് സഹോദര. ഒരു 4ാമത്തെ സ്റ്റെപ്പ് എന്റെ ദൈവം ഇവിടെ തുറക്കാൻ പോകുകയാ. Samaria Maharadania Rata Balaga Bautamanagala by Shinders. ഒത്തിരി യൗവനക്കാരൻ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടത് ഒരു സൈന്യമാകയാൽ
പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കാൻ നിയോഗിക്കപ്പെട്ട യൗവന പ്രായത്തിൽ അഭിഷേകത്താൽ നിറഞ്ഞ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ ബ്ലസ് ഖണ്ഡറിയിൽ ഒരു പറ്റം ചെറുപ്പക്കാരെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുക. ഇരിക്കേണ്ട സഹോദരങ്ങളെ ചാടി എഴുന്നേക്ക്. ആരും ഇരിക്കേണ്ട, എഴുന്നേക്ക് ദൈവസന്നിധിയിൽ, എഴുന്നേക്ക് ദൈവസന്നിധിയിൽ. അഭിഷിക്തന്മാരായിട്ട് ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന ദൈവദാസന്മാർ ദയവ് ചെയ്ത് അവിടെ നിൽക്കരുത്. അവരേറ്റവും ഇവരുടെ ഈ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നവരുടെ പുറകിലേക്ക് വന്ന് നിന്ന് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുകയാ. ഒരുമിച്ച് തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുകയാ. അഭിഷേകം പകർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാ. ദൈവശക്തി വെളിപ്പെടുന്ന രാത്രിയായത്. ദൈവം ഉപയോഗിക്കും, കൃപാവരങ്ങളോട് ഉപയോഗിക്കും, ശക്തമായി ഉപയോഗിക്കും. നീ തഴയപ്പെട്ടൊരു സമയം ഉണ്ടായിട്ടുണ്ട്, തള്ളപ്പെട്ടൊരു സമയം ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം കരച്ചിലോട് കരച്ചിലല്ലാതെ മറ്റൊന്നും നിനക്ക് പറയാനില്ലായിരുന്നു. പക്ഷെ നിന്റെ കണ്ണുനീർ ദൂരവേ വെച്ച് കണ്ട കർത്താവ് നിന്നെ ഇന്ന് രാത്രി തൊടുകയാ. Ratisamathaikas Leba Rahasikana Deva Rakta Mahasiara Viandhara Gamanagadaga Sinus Vridam Samastari Gamarthanas. ഒരു പക്ഷേ മറ്റൊരാളെ പോലെ വിദ്യാഭ്യാസം നിനക്ക് കാണുകയില്ല, മറ്റൊരാളെ പോലെ പല ഭാഷകൾ കൈകാര്യം ചെയ്യാൻ നിനക്ക് അറിയില്ലായിരിക്കും. ഇതൊന്നും വേലയ്ക്ക് തടസ്സമല്ല, ഇതൊന്നും വേലയ്ക്ക് തടസ്സമല്ല, ഇതൊന്നും തടസ്സമല്ല. അതാ തടസ്സമെന്ന് നീ ചിന്തിക്കരുത്. ഇതൊന്നും തടസ്സമല്ല. നിന്റെ മേൽ കാറ്റ് പിടിച്ചാൽ വിദ്യാഭ്യാസം മാറി നിൽക്കും, കഴിവ് മാറി നിൽക്കും, ശക്തി മാറി നിൽക്കും, മാനുഷിക പിടിപാട് മാറി നിൽക്കും. കാറ്റ് കൊണ്ടുപോകട്ടെ നിന്നെ. മറ്റുള്ളവരെ പോലെ എനിക്കൊന്നുമില്ലെന്നോർത്ത് നീ കരഞ്ഞൊരു കാലമില്ലേ? കുറെ ഈഗോയും കുറെ കോംപ്ലക്സും ഒക്കെ നിന്റെ അകത്തേക്ക് പൊങ്ങി വന്നിട്ട് നീ തന്നെ മനസ്സോടെ ഒതുങ്ങിയില്ലേ? ഇന്ന് രാത്രി അതിനെ വലിച്ചു പറിച്ച് കള. നിനക്ക് വേണ്ടേ അത്? പത്രോസും യോഹന്നാനും സാധാരണക്കാരാ, പഠിപ്പില്ലാത്തവരാ, പക്ഷെ അവർ യേശുവിന്റെ കൂടെയുള്ളവരായിരുന്നു. അതാണ് അവരുടെ പഠിപ്പ്, അതാണ് അവരുടെ സ്റ്റാൻഡേർഡ്. അവർ യേശുവിന്റെ സ്റ്റാൻഡേർഡ് ഉള്ളവരായി മാറി. ഒരു വരി എന്ന് പറഞ്ഞോട്ടെ, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പറയുന്നത്. ആ ദൂതിൽ നിന്റെ കെട്ട് അഴിഞ്ഞിരിക്കും. ഇന്ന് നീ അല്ല ഇവിടുന്ന് തിരിച്ചു പോകാൻ പോകുന്നേ, ആള് മാറിയ ഒരാളാണ് പോകുന്നത്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ആ കരങ്ങളൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറ. പോരല്ലോ, ശബ്ദം ഉയർത്തി. പല ഭാഷകൾ അറിയില്ലാത്ത ഒരാളാണ് ഞാൻ. 265 മാർക്ക് 10ാം ക്ലാസ്സിൽ വാങ്ങി പാസ്സായ ഒരു യൗവനക്കാരനാണ് ഞാൻ. പ്രീ ഡിഗ്രി ഞാൻ തോറ്റുപോയി.
ഇംഗ്ലീഷ് എന്നോട് പറഞ്ഞാൽ ഞാൻ മിണ്ടാതെ നിൽക്കുകയുള്ളൂ. ഹിന്ദി ഭാഷയിൽ സംസാരിച്ചാൽ ഞാൻ മിണ്ടാതെ നിൽക്കുകയുള്ളൂ. പക്ഷേ ഒരൊറ്റ ഇമിഗ്രേഷനും എന്നെ തടഞ്ഞിട്ടില്ല. ഒറ്റ എംബസിയും എന്നെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ആ സമയത്ത് നിന്റെ നാവിലൊരു ഭാഷ വരും. അതുകൊണ്ട് നിന്റെ ഈഗോയും കോംപ്ലക്സും ഒക്കെ ഇന്നിവിടെ കുഴിച്ചിട്ടെ നീ പോകാം. ഇവിടെ ഇടണം. അതിദൂരം പോകേണ്ട ഒരാളാ നീ. നിന്നെ തടയാൻ ആർക്കും കഴിയില്ല. നിന്നോട് മാത്രം ദൈവം സംസാരിക്കുന്നേ. നിനക്കുള്ള ദൂതും മാത്രം ദൈവം ഇടപെടുന്നേ. വലിയ ഭാവം കാണിക്കാനൊന്നുമില്ല, വലിമ കാണിക്കാനൊന്നുമില്ല. ഈ ഭൂമിയിൽ സ്വന്തമായി ഒരു ഇഞ്ച് ഭൂമി ഇല്ലാത്തവനാ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്നേ. ഇതിനു വേണ്ടിയല്ല അഭിഷേകം ദൈവം പകർന്നേ, ആത്മാക്കളെ നേടാ. രണ്ട് കൈയും ചാങ്ങലക്കിട്ട് കെട്ടി കാരാഗ്രഹത്തിന്റെ അകത്ത് നിർത്തിയിരിക്കുമ്പോ പട്ടാളക്കാർ വന്ന് പുറത്തിറക്കി. എന്തിനെന്നറിയാമോ? കൊല്ലാൻ കൊണ്ടുപോവാ. കൈ രണ്ടും ചങ്ങലെ കിടക്കെ കാലിൽ കെട്ടി വലിച്ചു. പൗലൂസിനെ വലിച്ചുകൊണ്ട് പോയ റോഡ് റബ്ബറൈസ്ഡ് റോഡല്ല, റോമൻ റോഡാണ്. പാറക്കല്ലിനോട് ചേർത്ത് പാകി. രണ്ട് കല്ലിന്റെ ഇടയിൽ ഇത്രയും ഗ്യാപ്പുണ്ട്. ഇന്നും ആ റോഡ് അവിടെ മിച്ചം വന്നിട്ടുണ്ട്. വലിച്ചോണ്ട് പോകുമ്പോ തല ഒരു കല്ലിൽ നിന്ന് മറ്റേ കല്ലിൽ അടിക്കും. ആരുടെയാണെന്നറിയാമോ? എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ മൂന്നാം സ്വർഗത്തിന്റെ അകത്തുനിന്ന് പ്രാപിച്ച് ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ എന്ന് പറഞ്ഞ് എഴുതിയൊരു ഭക്തൻ. ക്രിസ്തുവിൽ എനിക്കൊരു മനുഷ്യനെ അറിയാം. 14 ആണ്ടുകൾക്ക് മുമ്പ് അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് ശരീരത്തോടെയാണോ എനിക്കറിയില്ല, ശരീരം കൂടാതെയാണോ എനിക്കറിയില്ല, പക്ഷെ എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു ക്രിസ്തു ഭടൻ ജീവനോ മരണമോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ എന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ഇത് പറയുമ്പോഴേ എനിക്കിവരെ ഇത്രയും പേരെ ഒരുമിച്ച് കിട്ടിയാൽ പറ്റത്തില്ല. ആ ഫ്രണ്ടിലെ കസാരയെല്ലാം പൊറുക്കി അങ്ങ് മാറ്റിക്കേ. കസാരകളെല്ലാം സൈഡിലോട്ട് മാറട്ടെ. എല്ലാവരും മുമ്പിലേക്ക് വരണം. ആരും അവിടെ നിൽക്കരുത്. ഈ ദൂതിൻ്റെ അകത്തുള്ള എല്ലാവരും മുമ്പിലേക്ക് വരണം. ഒരു 5 മിനിറ്റ് നാം ഒരുമിച്ച് സ്തുതിക്കാൻ പോകുന്ന ദൈവത്തെ. ഈ ദൂതിൻ്റെ അകത്തുള്ളവരെല്ലാം ഓടി മുമ്പിലേക്ക് വരണം. ആരും അവിടെ നിൽക്കരുത്. പ്രത്യേകിച്ച് അഭിഷേകമുള്ളവരാരും അവിടെ നിൽക്കരുത്. എന്നെ നോക്കിക്കേ. 2 കൈയും ചാങ്ങലക്കിട്ട് വലിച്ചോണ്ട് പോവുക. ഒരു തടിക്ക് മുകളിൽ മത്സ്യത്തെ ഇട്ട് വെട്ടുന്നത് പോലെ വെട്ടിക്കീറാൻ വലിച്ചോണ്ട് പോകുന്നത് നിങ്ങളൊന്ന് കണ്ടേ. എന്നിട്ട് നിങ്ങളിന്ന് പൗലൂസിനെ വെട്ടിക്കൊന്ന സ്ഥലത്ത് ചെന്നാൽ ഒരു പിക്ചർ അവിടെ വെച്ചിട്ടുണ്ട്, വരച്ച് വെച്ചിട്ടുണ്ട്. പൗലൂസിനെ വെട്ടിക്കൊന്ന ഭാഗം വിവരിക്കാൻ വേണ്ടി. ഇനി എന്നെ ശ്രദ്ധിക്കുക. ഒരു ചിന്തകൻ പറഞ്ഞത് കൊടിലുകൊണ്ട് നാവ് വലിച്ചു പുറത്തെടുത്തെന്ന. ഇനി നീ മിണ്ടണ്ട. ഇനി അവൻ മിണ്ടണ്ട. കാര്യം മിണ്ടാനുള്ളത് മുഴുവൻ മിണ്ടിയിട്ടാ പോകുന്നേ. ഇന്ന് രാത്രി ദൈവം ഇവിടെ വിളിച്ചു കൂട്ടി എന്തിനാണെന്നറിയോ? ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്ത് തീർത്ത് ഒറ്റ വേല പോലും മിച്ചം വെക്കാതെ മൊത്തം ചെയ്ത് തീർത്ത് അങ്ങേ തീരത്തേക്ക് 1000 കോടി വാനഗോളങ്ങൾക്കപ്പുറേ കരപുരളാത്ത കരവുമായി സർവശക്തനെ കാണുവാൻ പരന്നു പോകാൻ വെമ്പൽ കൊള്ളുന്ന വേലക്കാരെ, കരങ്ങൾ ഉയർത്തി അടിച്ചു ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരേ ഒരു വേട് പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് ഇന്ന് രാത്രി. അത് നിങ്ങൾ മനസ്സിൽ നിറച്ചോണ്ട് പോണ വേട്. കഴുത്തിൽ ഈർച്ചവാൾ വെച്ച് അറുക്കാൻ നേരമായി. കഴുത്തറുത്ത് മാറ്റാൻ പോവാ. ബ്ലസ് കണ്ടലിയിലെ ദൈവമക്കൾ ആരെങ്കിലും ഈ സമയത്ത് ഓടിച്ചെന്ന് പട്ടാളക്കാരനോട് പ്ലീസ് 1 മിനിറ്റ്
വെട്ടം വരട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ അടുത്തിയെന്ന് പൗലോസിൻ്റെ ഹാർട്ടിനോട് ചേർത്ത് കാത് വെച്ചുകൊണ്ടിരുന്നാൽ ഒരു ശബ്ദം കേൾക്കാം. ലാഭം, 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 ലാഭം. Come on, ലാഭ, ലാഭ, ലാഭം, ലാഭ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, എനിക്ക് മരിക്കുന്നത് ലാഭം. അതിനാ ദൈവം വിളിച്ചേ, അതിനാ ദൈവം വിളിച്ചേ, വേറെ ഒന്നിനുമല്ലേ. അപ്പോസ്തലനാകുന്ന പൗലോസ് എഴുതി കൊടുക്കുമ്പോൾ ഇങ്ങനെ തിമോത്തിയോസിന് എഴുതുന്നുണ്ട്, നീ വരുമ്പോൾ എൻ്റെ പുതപ്പൂടെ കൊണ്ടുവരണേ. പുതച്ച് കിടക്കാതെ തണുപ്പ് മുഴുവൻ സഹിച്ചു കിടന്ന ഒരു ക്രിസ്തു ഭടൻ. ജീവിത സാഹചര്യമൊക്കെ കുറവായിരിക്കും പ്രിയരെ, സ്വന്തം വീട് നിനക്ക് കാണുകയില്ലായിരിക്കും, ഒന്നുമില്ലാത്തൊരാളായിരിക്കും. ഈ ഭൂമിയിൽ ഒന്നും സ്വന്തമായി ഇല്ലാത്തൊരു സുവിശേഷകനാണ്. പക്ഷേ മറക്കരുത്, പുതപ്പ് പോലും വേണ്ടെന്ന് വെച്ചത് ക്രിസ്തു നിമിത്തമായി. സ്റ്റേജിൽ ഓടി നടന്ന് വിലസുന്ന ദൈവദാസന്മാരെ ദയവ് ചെയ്ത് ഫോട്ടോ കോപ്പി ആക്കരുത് പ്ലീസ്. നിനക്ക് ഫോട്ടോ കോപ്പി ആക്കാൻ അപ്പോസ്തല പ്രവൃത്തിയിൽ കിടപ്പുണ്ട് ചിലർ. പതിനാറ് വയസ്സുള്ള പാവാട പ്രായത്തിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടതായി വന്നപ്പോൾ അപ്പനും അമ്മയും ഇറക്കി വിട്ട സഹോദരി സിസ്റ്റർ അന്നമ്മ മാമൻ കാൽനടയായി നടന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് യേശുവിനെ തള്ളിപ്പറയാതെ ആഗതമരുളി ഒരു വീട്ടിൽ സ്വന്തം വീട് പോലെ താമസിക്കാൻ ഒരു ചാൻസ് കിട്ടി. വീടിന്റെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് അമ്മ ഒരു കത്തെഴുതി, മോളെ അന്നമ്മേ, നമ്മുടെ വീട്ടിൽ ആരും പെന്തക്കോസിലില്ല, നമ്മുടെ വീട്ടിൽ ആരും സ്നാനപ്പെട്ടിട്ടില്ല, ദയവ് ചെയ്ത് ഈ കത്ത് കിട്ടി കഴിയുമ്പോ നീ വിശ്വാസം തള്ളിപ്പറഞ്ഞ് തിരിച്ചു വരണം. അടിക്കുറിപ്പായി എഴുതി, മോളെ ഒരു ഭാഗ്യമാണ് ഈ ഭൂമിയിൽ ഞങ്ങളുടെ കൂടെ പാർത്ത് ഒരു വിവാഹമൊക്കെ കഴിച്ച് ഭാവി അനുഗ്രഹിക്കപ്പെടുക. നീ പെന്തക്കോസിലാന്ന് പറഞ്ഞു പോയാൽ വിവാഹം നടക്കില്ല മോളെ. കത്ത് കിട്ടിയ ഉടനെ വായിച്ചിട്ടൊന്ന് കരഞ്ഞ് അമ്മയുടെ വരി ഓർത്തിട്ടല്ല, അവന് വേണ്ടി ഇറങ്ങിപ്പോരാൻ ഒരു ഭാഗ്യം കിട്ടിയല്ലോ. ആ ഭാഗ്യം തിരിച്ചറിഞ്ഞ് എത്ര ദൈവമക്കൾ ഇതിൻ്റെ അകത്തുണ്ട്? സ്നാനപ്പെട്ടതിൽ അഭിമാനമുള്ള ദൈവമക്കൾ എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്? അന്നമ്മ മാമനെ പോലെ സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വരുമ്പോൾ ചിലർ നിന്നെ തള്ളും. ഭാഗ്യമാണ്, ഭാഗ്യമാണ്. ഇതുവരെ സ്നാനപ്പെടാത്ത ഒരാൾ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഈ ചലഞ്ച് നിന്നോടാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ യേശു വന്നാൽ നീ നഷ്ടപ്പെട്ടു പോകും. ഇന്ന് രാത്രി ചാടി വീഴണം ദൈവരാജ്യത്തിലേക്ക്. സ്നാനം സഭയുടെ ഇടപാടല്ല, ഇത് യേശുവിന്റെ കൽപ്പനയാ, യേശു കാണിച്ച മാതൃകയാ, ദൈവത്തിന്റെ ആലോചനയാ, ക്രിസ്തുവിനെ ധരിക്കാൻ വേണ്ടിയാ, യേശുവിനോട് ചേരാനാ. അതിനേക്കാളുപരി അവന്റെ മരണ അടക്ക പുനരുത്ഥാനങ്ങളോട് ഏകീഭവിക്കാനാണ് സ്നാനം. പാസ്റ്ററെ, ഞാനിതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, എനിക്കറിയാം സമൂഹത്തിലെ പ്രശ്നങ്ങൾ, എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ. പക്ഷെ ഇന്ന് രാത്രി സന്ദേശം കൊണ്ട് എനിക്കൊരു സത്യം മനസ്സിലായി, ഞാൻ നല്ലവർ പൊരുതും, ഞാൻ ഓട്ടം തികയ്ക്കും. ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? പാസ്റ്റർ, ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, അവൻ്റെ വരവിന് താമസമുണ്ടെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടിരിക്കും. സ്നാനത്തിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവർ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇതുവരെ സ്നാനമേൽക്കാത്തവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇതുവരെ സ്നാനപ്പെടാത്തവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ധൈര്യത്തോടെ തലയ്ക്ക് മുകളിൽ കര ഉയർത്തിപ്പിടിക്കും. പല കരങ്ങൾ ഇന്ന് രാത്രി ഉയരുന്നു. ധൈര്യത്തോടെ തലയ്ക്ക് മുകളിൽ കര ഉയർത്തിപ്പിടിക്കതേ. 2 കൈ ഉയർത്തി നിൽക്കുന്നവരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അങ്ങ് പുറകിൽ കര ഉയർത്തുന്ന സഹോദരങ്ങളെ ഞാൻ കാണുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഈ റൈറ്റ് സൈഡിൽ അങ്ങേ പുറകിൽ ഒത്തിരി കരങ്ങൾ ഉയരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇതിനടുത്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവസഭയുണ്ട്. ഞാൻ പല പ്രാവശ്യം അവിടെ ശുശ്രൂഷിക്കാൻ പോയിട്ടുണ്ട്. ഈ ബ്ലസ് കണ്ടല ദേശം, ഈ ദേശം കണ്ടല ദേശം പേര് പോലെ തന്നെ അനുഗ്രഹിക്കപ്പെടുകയാ. ആ കര ഉയർത്തിയവർ തന്നെ ഒന്നുകൂടെ കൈ ഉയർത്തി പിടിച്ചാട്ടെ. എനിക്കറിയില്ല ഇവിടെ ഡിസിഷൻ കാർഡ് ഉണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. എന്നാലും ആ കര ഉയർത്തിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഡിസിഷൻ കാർഡ് വോളണ്ടിയേഴ്സിന്റെ കയ്യിലുണ്ട്. ദയവായി കര ഉയർത്തിയവരെ തപ്പിപ്പിടിച്ച ഡിസിഷൻ കാർഡ് കൊടുക്കുക. സാം കുമരകം ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് പൂരിപ്പിച്ച് തന്നാൽ ഞാനും കൂടി അതിൽ കൈവച്ച് പ്രാർത്ഥിക്കാം. ആ കര ഉയർത്തിയവർ ഒന്നുകൂടെ തലയ്ക്ക് മുകളിൽ കൈ ഉയർത്തി പിടിച്ചേ. വോളണ്ടിയേഴ്സ് നിങ്ങളെ കാണട്ടെ. ധാരാളം കരങ്ങൾ ഇന്ന് രാത്രി ഉയരുന്നു.
അറബി അന്തൽ ഖമനി റഗതലയ പ്രാവശ്യസിയാജ. ആത്മീകർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഇന്ന് രാത്രി ആ കരങ്ങളെ കർത്താവ് കാണുകയാ. കൂട്ടത്തോടെ ജനം സ്നാനപ്പെടട്ടെ. 2-3 ദൈവദാസന്മാർ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് 100 കണക്കിന് പേരെ സ്നാനപ്പെടുത്തുന്ന ഒരു ഉണർവിന്റെ കാറ്റ് കണ്ടലയിൽ വീസട്ടെ. അമ്മ എഴുതി തന്ന കത്ത് കൈവച്ചൊന്ന് കരഞ്ഞ് സ്തോത്രം ചെയ്തപ്പോൾ സ്ക്രീനിൽ എഴുതി കൊടുക്കുന്ന പോലെ അടുത്ത വരി കിട്ടി. എഴുതി തുടങ്ങി. ലോകമം ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യ വീടൊന്നുണ്ട് അവിടെ എത്തി കർത്തനോടുകൂടെ വിശ്രമിപ്പാൻ. ഒന്നുകൂടെ അമ്മ തന്ന കത്ത് വായിച്ചു. അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ഒരു കല്യാണം നടക്കില്ല പെന്തക്കോസിൽ പോയാ, അതുകൊണ്ട് മോളെ ദയവ് ചെയ്ത് നീ തിരിച്ചു വരണം. അതങ്ങോട്ട് വെട്ടിയിട്ട് ഇപ്പുറത്തൊരു ലൈൻ കർത്താവ് കൊടുത്തു. അതങ്ങ് എഴുതി അംഗപ്രത്യംഗമാം ഇന്ദ്രിയങ്ങൾ ദൈവനാമത്തിൻ മഹത്വത്തിനായി. എനിക്ക് ഈ ഭൂമിയിൽ വലുതല്ല കല്യാണം, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ മണവാട്ടിയാകുന്നതാ വലുത്. അടുത്തടുത്ത് നിൽക്കുന്നവരെല്ലാം കരങ്ങളെ കോർത്ത് പിടിക്കുക. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുക. അടുത്തടുത്ത് നിൽക്കുന്നവരെല്ലാം കരങ്ങളെ കോർത്ത് പിടിക്കുക. സഹോദരിമാരെ, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക. 2 രാജരഥങ്ങളുടെ ഇടയിൽ സെന്റ് കാതറിൻ എന്ന് പറയുന്ന വിശുദ്ധ വനിതയെ കയറ്റി നിർത്തി യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഇല്ല സാറേ, തള്ളിപ്പറയില്ല. വധശിക്ഷയ്ക്ക് ഞാൻ തയ്യാറാ, തള്ളിപ്പറയില്ല. ആ 2 രാജരഥത്തിൻ്റെ ഇടയിൽ കയറി നിൽക്കുന്ന സെന്റ് കാതറിനോട് പറഞ്ഞു, തള്ളിപ്പറയാമെങ്കിൽ നിന്നെ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ അരമനയിൽ താമസിപ്പിക്കാം. അവൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, നോ, നിന്റെ ഭാര്യയാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്നതാ. ഇടതുവശത്തുള്ള രഥത്തിലോട്ട് ഇടത്തെ കൈയും കാലും, വലതുവശത്തുള്ള രഥത്തിലേക്ക് വലത്തെ കൈയും കാലും ചേർത്ത് കെട്ടി രഥം മുമ്പിലോട്ട് ഉയർന്നു ഉരുണ്ടു. രഥത്തിന്റെ സ്പീഡ് കൂടി. 2 ദിക്കിലേക്ക് രഥം തിരിച്ചു വിട്ടപ്പോൾ സെന്റ് കാതറിൻ 2ആയി കീറിപ്പോയി. കാണാം അവന്റെ വരവിങ്കൽ ഫ്രണ്ട് റോയിൽ രക്തസാക്ഷികളെ. ഭാരതത്തിൽ ഒരാളുടെയും കൂടി രക്തം ആവശ്യമാണെന്ന് കർത്താവ് പറഞ്ഞാൽ തയ്യാറാന്ന് പറയാൻ തൻ്റെ ഇടമുണ്ട് മാത്രം. ഇന്ന് രാത്രി ദൂതന് ആമേൻ പറഞ്ഞാൽ മതി. നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഭാരതത്തിന്റെ ഉണർവ് നടക്കും. ഒത്തിരി ഹിന്ദി ദൈവദാസന്മാർ ഇതിൻ്റെ അകത്ത് നിൽപ്പുണ്ടല്ലോ. അവരെ സാക്ഷിയാക്കി ഈ സംഘടനയെ ഞാൻ ബ്ലസ് ചെയ്യുകയാ. ഭാരതത്തിന്റെ ഉണർവിനെ തടയാൻ പിശാചേ നിനക്ക് ആവുകയില്ല. എഫെസോസിനെ ഉണർത്തിയവൻ ഭാരതത്തെ ഉണർത്തിയിരിക്കും. കൊരിന്തിനെ പിടിച്ചു കുലുക്കിയവൻ ഭാരതത്തെ കുലുക്കിയിരിക്കും. തെസലോനിക്കയെ വിറപ്പിച്ചവൻ ഭാരതത്തെ കുലുക്കിയിരിക്കും. റോമ പട്ടണത്തെ കീഴ്മേൽ മറിച്ചവൻ ഭാരതത്തെ തൊട്ടിരിക്കും. അപ്പുറം ഇപ്പുറം നിൽക്കുന്ന 2 എണ്ണത്തിന്റെ കൈ നീ കോർത്ത് പിടിച്ചില്ലേ? മതി, 2 എണ്ണം മതി. ഒരെസ്തർ, ഒരു മൊർദെഖായി, 2 എണ്ണം ഉണ്ടെങ്കിൽ അഹശ്വേരോശിന്റെയും ഹാമാന്റെയും പദ്ധതി കാറ്റിൽ പറക്കും. പൂരെന്ന ചീട്ടിനെ പുരിയും പെരുന്നാളാക്കി മാറ്റും. ഭാരതം ക്രിസ്തുവിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു സമയം വരും. ഞാനത് കാണുമെന്ന് എത്ര പേർ വിശ്വസിക്കാം? കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുക. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുക. നിന്റെ ശരീരത്തിൽ നിന്ന് എന്തോ വിട്ടു മാറുകയാ. നിന്റെ മനസ്സിൽ നിന്ന് എന്തോ ഇറങ്ങി പോവുകയാ. ഇപ്പം നിനക്ക് നിന്നെ ഉപയോഗിക്കുമെന്ന് തിരിച്ചറിഞ്ഞു കിട്ടി. ആർക്കും ഇനി എന്നെ തടുക്കാൻ കഴിയത്തില്ല. നീ ഇപ്പോൾ അന്യഭാഷ പറയുമ്പോ നിന്റെ കൈക്ക് പിടിച്ചവരിലേക്കും ദൈവശക്തി വ്യാപരിക്കുക. The power of the Holy Ghost. വായു തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചോ. അസാധാരണമാകുന്ന ദൈവശക്തി ഇതിന്റെ അകത്ത് ഇന്ന് രാത്രി പ്രവഹിക്കുകയാ. ശക്തി 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 ശക്തി. അഭിഷേകമകത്തുള്ളവർ പകർന്ന് പ്രാർത്ഥിക്കുക. അഭിഷേകമകത്തുള്ളവർ പകർന്ന് പ്രാർത്ഥിക്കുക. നിന്നെ ഇനി ആർക്കും ഒതുക്കാൻ കിട്ടത്തില്ല. നിന്റെ കഴിവിനെ ദൈവം തൊടുകയാ. നിന്റെ പ്രാപ്തിയെ ദൈവം തൊടുകയാ. ഭാരതത്തിൽ നിനക്കൊരു വേല ചെയ്തെടുക്കാനുണ്ട്. ഉണ്ട് ഉണ്ട്. പ്രാപിക്കുക. നിനക്ക് പാടാനുള്ള കഴിവിനെ ദൈവാത്മാവ് തൊടുകയാ. കീബോർഡ് പ്ലേ ചെയ്യാനുള്ള കഴിവിനെ ആത്മാവ് തൊടുകയാ. നിന്റെ ശബ്ദത്തിൽ ഒരു അഭിഷേകം കലരുകയാ. വരട്ടെ വരട്ടെ. സമരബദ്ധ ജനകസിയ അഗ്നിയാൽ അഗ്നിയാൽ
അഗ്നിയാൽ അഗ്നിയാൽ ക്രിസ്തു നിമിത്തം ഭോഷന്മാരാകാൻ ഇതിന്റെ അകത്ത് ചിലരുണ്ട് കേട്ടോ. ക്രിസ്തു നിമിത്തം ഭോഷന്മാരാകാൻ. കരച്ചിലിന്റെ പ്രവാചകനാകുന്ന യിരെമ്യാവിനെ പോലെ ദൈവം ചിലതിനെ അനോയിന്റ് ചെയ്യുകയാ. Come on, hallelujah.